हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे. सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद. ஒரு நாமாவளி பாடி நமக்கு ஆரம்பிக்கலாம். நந்த ஆனந்த கந்த சுந்தர கோபாலா, நந்தா ஆனந்த கந்த சுந்தர கோபாலா, நந்தா ஆனந்த கந்த சுந்தர கோபாலா, நந்தா ஆனந்த கந்த சுந்தர கோபாலா, ஆனந்த கோவிந்த கோபி கோபாலா, ஆனந்த கோவிந்த கோபி கோபாலா, நந்தா ஆனந்த கந்த சுந்தர கோபாலா, நந்தா ஆனந்த கந்த சுந்தர கோபாலா, ஹே மாதவா ஹே கேசவா, ஹே மாதவா ஹே கேசவா, ஹே மாதவா ஹே கேசவா, ஹே மாதவா ஹே கேசவா, முரளீதரா கண்ணாமன மோகனா, முரளீதரா கண்ணாமன மோகனா, ஹே முரளீதரா கண்ணாமன மோகனா, ஹே முரளீதரா கண்ணாமன மோகனா, நந்தா ஆனந்த கந்த சுந்தர கோபாலா, 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 ஆனந்த கோவிந்த கோபி கோபாலா, ஆனந்த கோவிந்த கோபி கோபாலா, நந்தா ஆனந்த கந்த சுந்தர கோபாலா, நந்தா ஆனந்த கந்த சுந்தர கோபாலா, ஹே மாதவா ஹே கேசவா, ஹே மாதவா ஹே கேசவா, ஹே மாதவா ஹே கேசவா, ஹே மாதவா ஹே கேசவா, முரளீதரா கண்ணாமன மோகனா, முரளீதரா கண்ணாமன மோகனா, ஹே முரளீதரா கண்ணாமன மோகனா, ஹே முரளீதரா கண்ணாமன மோகனா, கண்ணாமன மோகனா கண்ணாமன மோகனா. सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद. जय बोल सद्गुरु महाराज की जय. नमो नमः सद्गुरुभ्यो नमो नमः, नमो नमः सद्गुरुभ्यो नमो नमः. ज्ञान वैराग्य संपूर्णान् हरिभक्तिपरायणान् पूर्वाचार्यानहं वन्दे संप्रदाय प्रवर्तकान्. भगवन्नाम साम्राज्य लक्ष्मी सर्वस्व विग्रहं श्रीमद्बोधेन्द्र योगीन्द्र देशिकेन्द्रमुपास्महे. हरे रामेति कृष्णेति नाम संकीर्तनं सदा लोकक्षेमाय कुर्वन्तं प्रेमिकं सद्गुरुं भजे. प्रेमिकेन्द्र गुरोः कीर्तिं दिक्षु सर्वासु कीर्तयन् यः सञ्चरति लोकेऽस्मिन् कृष्णदासात्मजं भजे. नाम कीर्तनमात्रेण सुप्रसन्नं कृपानिधिं भक्तकोलाहलं वन्दे भक्ताभीष्टफलप्रदम्. जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट्
തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദഷ്ടം യോ വിഷ്ണുരാതമമോമുചത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. സ്മൃതേ സകലകല്യാണഭാജനം യത്ര ജായത്തെ പുരുഷസ്തമജം നിത്യം വ്രജാമി ശരണം ഹരിം. ഭൂതൈർമഹദ്ഭിർയയിമാഃ പുരോ വിഭുഃ നിർമായസേതേ യദാമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഹയഗ്രീവ ഹയഗ്രീവ ഹയഗ്രീവേതി യോ വദേത് തസ്യ നിസ്സരത്തെ വാണി ജഹ്നുകന്യാ പ്രവാഹവത്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ ഹന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കി ജയ്. ഇപ്പോൾ എല്ലാവരും ഭാഗവത തീവണ്ടിയിലാണ് കയറിയിരിക്കുന്നത്. ഈ സംസാര സാഗരക്കരയിലാണ് ഈ ഭാഗവതമാകുന്ന തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ തീവണ്ടിയിൽ കള്ളച്ചീട്ട് വാങ്ങാൻ പറ്റുന്നില്ല, കള്ളച്ചീട്ടോട് കയറാൻ പറ്റുന്നില്ല. വാതാലയേശൻ്റെ കാരുണ്യമാകുന്ന ഭഗവാന്റെ കാരുണ്യമുള്ളവർക്ക് മാത്രമേ ഈ തീവണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഈ തീവണ്ടിയിൽ 12 കോച്ചാണ്. S1, S2, S3, S4 ഇങ്ങനെ 12 കോച്ചുള്ള തീവണ്ടിയാണ്. ദൂരദേശ യാത്ര പോകുന്ന തീവണ്ടിയാണ് ഈ തീവണ്ടി. അതിൽ മുഴുവനും തീവണ്ടിയിൽ പങ്കുചേരേണ്ടവർ ചില ആളുകളേ ഉള്ളൂ. മിക്കവാറും എല്ലാവരും 12 മുതൽ 2 മണിയുടെ ഇടയിലാണ് നിറച്ചും ഈ വണ്ടിയിൽ കയറുന്നവർ. പിന്നെ ഇറങ്ങി ഉടനെ പോകും. അങ്ങനെയില്ലാതെ മുഴുവനും ഈ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവർ ചില ആളേ ഉള്ളൂ. ഈ തീവണ്ടിയിൽ S1 കോച്ചിൽ കുന്തി കുടുംബസമേതം കയറിയിരുന്നു. അപ്പോൾ എന്തായി, പിന്നെ വേറെ ആൾക്ക് സ്ഥലമില്ല. പിന്നെ S2 കോച്ചിൽ സുഖൻ പരീക്ഷിത്തൊക്കെ കയറിയിരുന്നു. ഇപ്പോൾ ഈ തീവണ്ടിയിൽ ജനറൽ ഡബ്ബാണ് ഉണ്ടല്ലോ, അതാണ് 9ാമത്തെ സ്കന്ധം. സൂര്യവംശ ചന്ദ്രവംശ രാജാക്കൾ എല്ലാവരെയും കുത്തി കയറ്റിയിരിക്കുന്നു. അപ്പോൾ S9 കോച്ചാണ് ഇവിടെ ജനറൽ ഡബ്ബാവായിട്ട് മാറിയിരിക്കുന്നു. ഈ സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥ വിസ്തരിച്ച് പറയാൻ തുടങ്ങിയാൽ അവസാനിക്കുന്നില്ലേ. ഇങ്ങനെ സുഖം തന്നെ ഇവിടെ പറയുന്നുണ്ട്. നശക്യതേ വിസ്തരതഃ വക്തും വർഷശതൈരപി. 100 കൊല്ലം പറഞ്ഞാലും ഈ നവമസ്കന്ധ കഥ അവസാനിക്കുന്നില്ല. അപ്പോൾ നവമസ്കന്ധത്തിൽ എല്ലാ രാജാക്കളുടെ കഥ പറയേണ്ട ആവശ്യമില്ല. ഗുരുനാഥൻ ഈ നവമസ്കന്ധത്തിൽ 2 ചരിത്രം മാത്രമേ പറയാറുള്ളൂ. ഒന്ന് മഹാഭാഗവതനായ അംബരീഷൻ്റെ ചരിത്രവും പിന്നെ ഭഗവാന്റെ അവതാരമായ രാമാവതാര ചരിത്രം. ഈ 2 ചരിത്രം മാത്രമേ ഗുരുനാഥൻ പറയാറുള്ളൂ. അപ്പോൾ നമുക്ക് അംബരീഷ ചരിത്രമാണ് ഇന്നത്തെ വിഷയം. ഭാഗവതം എന്തുകൊണ്ടാണ് രചിച്ചു? അവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗമധോക്ഷജേ ലോകസ്യ അജാനതോ വിദ്വാന് ചക്രേ സാത്വത സംഹിതാം. നാം എല്ലാവരും ഭാഗവതം പറയുന്നു. പക്ഷേ ഭാഗവതത്തിന് വ്യാസൻ ഇട്ട പേരാണ് സാത്വത സംഹിത. ഇതാണ് ഭാഗവതത്തിൻ്റെ ശരിക്കും ഉള്ള പേര്, സാത്വത സംഹിത. സാത്വതന്മാർ പറഞ്ഞാൽ സാത്വതൻ ഭഗവാനാണ്. സാത്വതൻ പറഞ്ഞാൽ യാദവന്മാരിൽപ്പെട്ട ഒരു വംശത്തിൽപ്പെട്ടവനാണ് ഭഗവാൻ. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രം സാത്വത സംഹിത. സാത്വതാം ഋഷഭോ ഹരിഹി. അതേപോലെ സത്വഗുണപ്രധാനമായ ഭഗവാന്റെ കഥകൾ പറയുന്ന വിഷയമാണ് ഭാഗവതം.
അതുകൊണ്ടാണ് സാത്വത സംഹിത. പിന്നെ സാത്വതന്മാർ പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാർ, നിങ്ങളൊക്കെ സാത്വതന്മാർ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഹിതയാണ് ഭാഗവതം. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് സാത്വത സംഹിത. അതാണ് ഭാഗവതത്തിൻ്റെ ശരിക്കും ഉള്ള പേര്, ചക്രേ സാത്വത സംഹിത. കാരണം എല്ലാ നമ്മുടെ അനർത്ഥങ്ങൾക്ക് കാരണം ഭക്തി ഇല്ലേ. എന്തെങ്കിലും നമുക്ക് കുറവുണ്ടെങ്കിൽ അതിന് കാരണം ഭക്തി ഇല്ലേ, അതാണ് ഭക്തി പോരാ. അപ്പം ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗവതം രചിച്ചു. യസ്യാം വൈ ശ്രൂയമാനായാം കൃഷ്ണേ പരമപൂരുഷേ. ആദ്യത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിലാണ് ഈ ഉപദേശം വർണ്ണിക്കുന്നു. യസ്യാം വൈ ശ്രൂയമാനായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പദ്യത്തെ പുംസഃ ശോകമോഹഭയാപഹ. ഭാഗവതം കേൾക്കുമ്പോൾ തന്നെ ഭക്തി സ്വയം വർദ്ധിച്ചോളും. യസ്യാം വൈ ശ്രൂയമാനായാം, ഈ പദത്തിനെ വ്യാഖ്യാനിക്കുന്ന ശ്രീധരസ്വാമികൾ നതുശ്രുതായാം അങ്ങനെ വ്യാഖ്യാനിച്ചു. ഇവിടെ ഭാഗവതം ഒരാഴ്ച കേട്ട ശേഷം പിന്നെ അടുത്ത മാസം ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല. പഞ്ചസാര ഇടുന്നത് പോലെ പഞ്ചസാര ഇന്ന് ഇട്ട ഒരു ആഴ്ച കഴിഞ്ഞിങ്ങനെ വായിൽ മധുരം അനുഭവപ്പെടുന്നില്ല, ഇട്ട ഉടനെ തന്നെ അനുഭവപ്പെടുന്നു. അതേപോലെയാണ് ശ്രൂയമാനായാം, ഭാഗവതം കേൾക്കുമ്പോൾ തന്നെ ഭക്തി ഉണ്ടാവും. അങ്ങനെ ഭക്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഭാഗവതം രചിച്ചു വ്യാസൻ. പിന്നെ നാരദനക്ക് ബ്രഹ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ യഥാ ഹരൗ ഭഗവതി നൃണാം ഭക്തിർ ഭവിഷ്യതി, ഭക്തന്മാർക്ക് ഭക്തി ഉണ്ടാവുന്ന രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവിടെ ഉപദേശം കൊടുക്കുന്നു. ഭാഗവതം പറയുമ്പോൾ എന്താ വേണ്ടത്? ഓരോരോ സങ്കല്പം ചെയ്യാറുണ്ട്, കുട്ടി ഉണ്ടാവാൻ വേണ്ടി, പ്രേതത്തിന് മുക്തി കിട്ടാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ സങ്കല്പം ചെയ്യാറുണ്ട്. പക്ഷേ ഭാഗവതത്തിന് പ്രധാന സങ്കല്പം എല്ലാവർക്കും ഭക്തി വരട്ടെ, അതാണ് ഭാഗവത്തിൻ്റെ പ്രധാന സങ്കല്പം. മാഹാത്മ്യത്തിൽ ഈ ഭക്തിയുടെ മാഹാത്മ്യം പറഞ്ഞിട്ടുണ്ട്. അലം വ്രതൈഹി അലം തീർത്ഥൈഹി അലം യോഗൈഹി അലം മഖൈഹി അലം ജ്ഞാനകഥാലാപൈഹി ഭക്തിരേകൈവ മുക്തിത. അലം വ്രതൈഹി, വ്രതം ചെയ്യാൻ പറ്റുന്നില്ലേ? ഏകാദശി വ്രതം നല്ലതാണ്, പക്ഷേ നമുക്ക് പറ്റുന്നില്ല. ഡോക്ടർമാർ പറയുന്നു 2 മണിക്കൂർ എന്തെങ്കിലും കഴിക്കണം, ഇല്ലെങ്കിൽ അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാവും. ഇങ്ങനെ 2 മണിക്കൂർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെ ഏകാദശി വ്രതം ചെയ്യാൻ പറ്റും? ഏകാദശി വ്രതം നല്ലതാണ്, അതിന് നമുക്ക് പറ്റുന്നില്ല. അലം വ്രതൈഹി. അതേപോലെ തീർത്ഥയാത്ര ചെയ്യുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ ബാക്കി പുരാണങ്ങൾക്കൊക്കെ കലിയുഗത്തിൽ പ്രസക്തിയില്ല. എന്താ കാരണം? കലൗ കീരേന ഭാഷിതം. കലിയുഗത്തിൽ ഭാഗവതം മതി. ഈ ദേവി ഭാഗവതം ഗണേശ പുരാണമൊക്കെ കുഴപ്പമില്ല, ഒരു തവണ വായിച്ചോളൂ. പക്ഷേ നമുക്ക് അനുഭവത്തിന് ഭാഗവതം മതി. കാരണം ബാക്കി പുരാണങ്ങളിലൊക്കെ തീർത്ഥമാഹാത്മ്യമാണ് വർണ്ണിച്ചിരിക്കുന്നു. തീർത്ഥകുളത്തിൽ കുളിച്ചാൽ എല്ലാ രോഗവും മാറിക്കിട്ടും, അങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ തീർത്ഥകുളത്തിൽ കുളിച്ചാൽ എല്ലാ രോഗവും വരും. അങ്ങനെ തീർത്ഥമൊക്കെ ഇങ്ങനെ മാലിന്യമാക്കി കഴിഞ്ഞിരിക്കണോ നാം എല്ലാവരും. അപ്പോൾ അളം തീർത്ഥൈഹി, തീർത്ഥമാവണില്ലേ? അളം തീർത്ഥൈഹി, അളം വ്രതൈഹി അളം തീർത്ഥൈഹി അളം യോഗൈഹി. യോഗ ക്ലാസ്സൊക്കെ യോഗമൊക്കെ നമുക്ക് പറ്റുന്നില്ല. കുറച്ചൊക്കെ യോഗം ചെയ്യാൻ പറ്റും, പിന്നെ അത് മുഴുവനും പറ്റുന്നില്ല. അലം യോഗൈഹി. പിന്നെ അലം മഖൈഹി, യാഗമൊക്കെ പറ്റുന്നില്ല. അലം ജ്ഞാനകഥാലാപൈഹി, ജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ, പക്ഷേ അനുഭവത്തിൽ കിട്ടുന്നില്ല. അലം ജ്ഞാനകഥാലാപൈഹി ഭക്തിരേകൈവ മുക്തിത. അങ്ങനെ ഭക്തി മാത്രമേ കലിയുഗത്തിൽ പറ്റുള്ളൂ. അങ്ങനെ ഭക്തിയുടെ ഒരു മൂർധന്യത്തിൽ എത്തിയ ഒരു മഹാത്മാവിൻ്റെ ചരിത്രമാണ് അംബരീഷ ചരിത്രം. അംബരീഷോ മഹാഭാഗഃ സപ്തദ്വീപവതീം മഹീം അവ്യയാഞ്ച ശ്രിയം ലബ്ധ്വാ വിഭവഞ്ച അതുലം ഭുവി. അംബരീഷോ മഹാഭാഗഃ. പല രാജാക്കന്മാരുടെ പേര് മാത്രം പറഞ്ഞു വന്ന സുഖാചാര്യൻ അംബരീഷന്റെ ചരിത്രം പറഞ്ഞപ്പോൾ 2 അധ്യായത്തിലാണ് വർണ്ണിക്കുന്നു. പണ്ടൊക്കെ പേരിടുമ്പോൾ തന്നെ അവരുടെ ഗുണവും നോക്കിയിട്ടാണ് പേരിടാറുണ്ട്. രാമൻ പറഞ്ഞാൽ എന്താർത്ഥം? രമയതീതി രാമഃ, സ്വയം രമിക്കുന്നവൻ. രമതേ അന്യാനപി രമയതി, ബാക്കിയുള്ളവരെയും രമിപ്പിക്കുന്നവൻ, സ്വയം രമിക്കുന്നവൻ, ഇങ്ങനെയാണ് പേര്. അതേപോലെ രാവണൻ പറഞ്ഞാൽ രാവയതീതി രാവണ, എല്ലാവരെയും കരയിപ്പിക്കുന്നവൻ. അങ്ങനെ അവരുടെ പേരുടെ ഒരു സംബന്ധമുണ്ട്. ധൃതരാഷ്ട്രൻ പറഞ്ഞാൽ എന്താർത്ഥം? ധൃതം രാഷ്ട്രം ഏണ സഹ, ഈ രാജ്യം പാണ്ഡവന്മാർക്ക് കൊടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച്
പുത്രനുക്ക് പോലും കൊടുക്കാതെ വെച്ചിരിക്കുന്ന ആളാണ്. അങ്ങനെ രാജ്യത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ആളാണ് ധൃതരാഷ്ട്രൻ. അതേപോലെ അംബരീഷന്റെ പേരിൽ തന്നെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അംബ പറഞ്ഞാൽ അമ്മ. അംബാദികം രീഷം നശ്വരം ഇതി ജ്ഞാനം അസ്യ അസ്തി ഇതി അംബരീഷ. ഈ അംബരീഷന്റെ നാമനിർവചനം ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഒപ്പം ജനിച്ച ഈ ബന്ധുക്കൾ എല്ലാവരും ഒരു ദിവസം നമ്മൾ വിട്ടുപോകും. നമ്മുടെ ഒപ്പം ഉള്ളത് ഗുരുവായൂരപ്പൻ മാത്രം. അങ്ങനെ ജ്ഞാനമുള്ള ആളാണ് അംബരീഷൻ. പിന്നെ അംബരവതി ഈശ. അംബരം പറഞ്ഞാൽ ആകാശം. ആകാശം പോലെ വിസ്താരമായ ഇച്ഛ. ഇച്ഛ പറഞ്ഞാൽ ഭഗവാനോട് കൂടുതൽ പ്രേമമുള്ള ആളാണ്. ആകാശം പോലെ കൂടുതൽ ഭഗവാനോട് പ്രേമമുള്ള ആളാണ് അംബരീഷൻ. അംബരവതി ഈശ ഇച്ഛ യസ്യ സഹ അംബരീഷ. പിന്നെ ഈശ എന്ന പദത്തിന് ജ്ഞാനം എന്നൊരർത്ഥമുണ്ട്. ആകാശം പോലെ വിസ്താരമായ ആകാശവത്ത് ബഹുളജ്ഞാന, കൂടുതൽ ജ്ഞാനമുള്ള ആളാണ് അംബരീഷൻ. പിന്നെ സ്ത്രീകൾക്കൊക്കെ അബള ഇങ്ങനെ പേര് രാസലീലയിൽ പറയുന്നുണ്ട്. അബള പറഞ്ഞാൽ എന്താ സാധാരണ അർത്ഥം? ബലം ഇല്ലാത്തവരാണ് സ്ത്രീകൾ. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കാറില്ല ഗുരുനാഥൻ. ആ പറഞ്ഞാൽ എന്താ അർത്ഥം? അക്ഷരാണാം അകാരോസ്മി. ആ പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ. ഭഗവാനെ ബലമായി പിടിച്ചിരിക്കുന്നവർ. അതുകൊണ്ടാണ് മിക്കവാറും സപ്താഹത്തിലൊക്കെ സ്ത്രീകൾ കൂടുതൽ. ഇവിടെ അങ്ങനെ ഇല്ലേ. അങ്ങനെ കാരണം ഭഗവാനെ ബലമായി പിടിച്ചിരിക്കുന്നവർ അവരാണ് അബളകൾ. ആ പറഞ്ഞാൽ ബ്രഹ്മം. ആ അം ബ്രഹ്മ തസ്യ വരിഹി വരണം. അം ബ ബ വബയോർ അഭേദ. ബ വ രണ്ടും ഒരേ എഴുത്താണ്. ആ വര ഇച്ഛ. അം പറഞ്ഞാൽ ബ്രഹ്മം. ബ്രഹ്മത്തെ വരണം ചെയ്യുന്നതിൽ കൂടുതൽ ആസക്തി കാണിക്കണം. വരണം തത്ര ഇച്ഛ യസ്യ സഹ അംബരീഷ. പിന്നെ അമ്പരം പറഞ്ഞാൽ ആകാശം. എല്ലാദിക്കിലും ഭഗവാനെ കാണുന്നവൻ. അങ്ങനെ അംബരീഷ ശബ്ദത്തിന് ഒരു 4-5 അർത്ഥം മഹാത്മാക്കൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ അംബരീഷന് ബ്രാഹ്മണ ശാപം ബാധിച്ചിട്ടില്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് പരീക്ഷത്തിന് അത്ഭുതം. ബ്രാഹ്മണന് ആശീർവാദം ചെയ്താൽ അത് ഫലിക്കുന്നില്ലേ? ശാപം കൊടുത്താൽ പെട്ടെന്ന് ഉടനെ അതിൻ്റെ ഫലം കിട്ടും. സന്ധ്യാവനം ചെയ്തില്ലെങ്കിൽ മുമ്പിൽ ഒറ്റയ്ക്ക് വന്നാൽ അതിന് ഒരു ഫലം കിട്ടും യാത്ര പോകുന്ന സമയത്ത്. അങ്ങനെ ബ്രാഹ്മണന്മാരുടെ ശാപം, ബ്രാഹ്മണന്റെ ശാപമല്ലേ, ബ്രാഹ്മണ കുഞ്ഞിൻ്റെ ശാപമേറ്റാണ് ഇപ്പോൾ പരീക്ഷിത്ത് കഥ കേൾക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണ ശാപം ബാധിച്ചിട്ടില്ലേ പറഞ്ഞപ്പോൾ നാസ്പൃശത് ബ്രഹ്മശാപോപി. അപ്പോൾ അംബരീഷന്റെ കഥ വിസ്തരിച്ച് പറയണം എന്ന് പ്രാർത്ഥിച്ചു. അംബരീഷൻ തുടങ്ങുമ്പോൾ തന്നെ മഹാഭാഗ, മഹാഭാഗ്യവാൻ. എന്തുകൊണ്ട് ഭാഗ്യവാൻ? ഈ സപ്തദ്വീപവതിയും ഈ 7 ദ്വീപുകളുടെ ഒരേ ആധിപതിയായി ചക്രവർത്തിയായി ജീവിക്കുന്നത് കൊണ്ട് മഹാഭാഗ്യവാൻ. ശുക്കർ പറയുന്നില്ലേ, നമ്മളൊക്കെ പറയും അർച്ചും പണമുള്ളവരെ മഹാഭാഗ്യവാൻ പറയും. ശുക്കർ അങ്ങനെ പറയാറില്ല. ശുക്കൻ അങ്ങനെ പറയാൻ മഹാഭാഗ്യവാൻ പറയാൻ എന്താ കാരണം? ഈ അംബരീഷന്റെ കയ്യിൽ അഴിയാത്ത ഐശ്വര്യമുണ്ട്. അവ്യയാഞ്ജശ്രിയം ലബ്ധ്വാ. അവ്യയം പറഞ്ഞാൽ വ്യയമാവാത്ത ശ്രിയം. ഏത് പണവും വ്യയമാവും, നഷ്ടപ്പെടും. നഷ്ടമാവാത്ത ഐശ്വര്യം എന്താ? ഭക്തിയാണ്. അങ്ങനെ ഭക്തി ചെയ്യുന്നത് കൊണ്ടാണ് അംബരീഷന് മഹാഭാഗ്യവാൻ. അംബരീഷോ മഹാഭാഗ. രാമായണത്തിൽ രാവണൻ വിഭീഷണനോട് പറഞ്ഞു, നീ എൻ്റെ രാജ്യത്തിൽ ഇരിക്കണ, നീ രാമന്റെ അടുത്ത് തന്നെ പോയിക്കോളൂ. വിഭീഷണൻ ഗതയെടുത്ത് ആകാശത്തിൽ പോയി നിൽക്കുന്നു. താഴെ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ ആകാശത്തിൽ നിൽക്കുന്ന വിഭീഷണനെ പറയുന്നു വാൽമീകി രാമായണത്തിൽ. വാൽമീകി അന്തരീക്ഷഗത ശ്രീമാണ്. ആകാശത്തിൽ നിൽക്കുന്ന ശ്രീമാൻ. ആകാശത്തിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ലേ, അവിടെ നിൽക്കുന്നു. ശ്രീമാൻ പറയാൻ എന്താ കാരണം? രാമഭക്തിയാകുന്ന ശ്രീ ഉണ്ട്. രാമഭക്തി സാമ്രാജ്യ. ത്യാഗരാജസ്വാമികൾ പാടുന്നു, രാമഭക്തിയാണ് ഒരു വലിയ സാമ്രാജ്യം. അങ്ങനെ രാമഭക്തി ഉള്ളത് കൊണ്ടാണ് അന്തരീക്ഷഗത ശ്രീമാൻ. അതേപോലെ വേറെ പുരാണത്തിൽ പറയുന്നു, മുതലിന്റെ വായിൽ കാല് കൊടുത്ത് നിൽക്കുന്നു ഗജേന്ദ്രൻ. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഗജേന്ദ്രനെ വർണ്ണിക്കുമ്പോൾ ഏഷ നാഗവര ശ്രീമാൻ. ഏഷ നാഗവര ശ്രീമാൻ ഗജേന്ദ്രനെ വർണ്ണിക്കുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ഗജേന്ദ്രനക്ക് ഭക്തി ഉണ്ടായിരുന്നു. ഭക്തിയാണ് ശ്രീ. ഈ ധനുർമാസത്തിൽ തിരുപ്പാവ എന്ന ഒരു പാട്ട് പാടാറുണ്ട് തമിഴ്നാട്ടിലൊക്കെ. ആ പാട്ടിൽ ആണ്ടാൾ പ്രാർത്ഥിക്കുന്നു, നീങ്കാത സെൽവം നിറൈന്തേലോരെമ്പാവായ്. നീങ്കാത്ത സെൽവം, നഷ്ടപ്പെടാതെ ഐശ്വര്യം ഉണ്ടാവണം. നഷ്ടപ്പെടാതെ ഐശ്വര്യം ഉണ്ടാവണം പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും ബാങ്കിൽ ബാലൻസ് ഉണ്ടാവണം. അങ്ങനെ അർത്ഥമില്ലേ.
ബാങ്കിൽ ബാലൻസ് ഉണ്ടായാലും ഇയാൾ പോവും. ഒരു ദിവസം ഈ ഐശ്വര്യം എവിടെ പോകും? ഇല്ലെങ്കിൽ നമ്മൾ പോവും. എന്തായാലും ഒരു ദിവസം ഈ ഐശ്വര്യം നഷ്ടപ്പെടും. അപ്പൊ നീങ്കാത്ത ഐശ്വര്യം പറഞ്ഞാൽ എന്താ അർത്ഥം? അവ്യയാഞ്ചശ്രിയം, അതാണ് ഭക്തി. അവ്യയാഞ്ചശ്രിയം ലബ്ധ്വാ വിഭവഞ്ച അതുലം ഭുവി. അംബരീഷൻ തൻ്റെ ഐശ്വര്യം മുഴുവനും ഒരു ഓട് പോലെയാണ് വിചാരിച്ചിരുന്നു. അതിന് അങ്ങനെ വിചാരിക്കാൻ എന്താ കാരണം? ഭഗവാനടുത്തുള്ള ഭക്തിയാണ്. വാസുദേവേ ഭഗവതി, ഭഗവാനടുത്തിൽ ഭക്തി മാത്രം ഉണ്ടായാൽ ഇങ്ങനെ വൈരാഗ്യം വരണില്ലേ? തത് ഭക്തേഷു ച സാധുഷു, ഭഗവാന്റെ ഭക്തന്മാരിടത്തിലാണ് കൂടുതൽ പ്രേമം. അതുകൊണ്ടാണ് ഏനേതം, ഈ ഐശ്വര്യം മുഴുവനും ഒരു ഓട് പോലെ വിചാരിച്ചിരിക്കുന്നു. അംബരീഷന്റെ ഭക്തിയാണ് ഇവിടെ വർണ്ണിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. സവൈമണ കൃഷ്ണ പദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാണുവർണ്ണനേ കരൗകരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാര അച്യുത സത്കഥോദയേ. നമ്മുടെ മനസ്സ് വണ്ടായിട്ട് വർണ്ണിക്കുന്നു കവികൾ. വണ്ട് ഇങ്ങനെ പറന്ന് പറന്ന് പോകും. ഒരു പൂവിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നില്ലേ? ഒരു പൂവിൽ പോകും, കുറച്ചു നേരം പിന്നെ വേറെ പൂവിലേക്ക് പോകും. ഇങ്ങനെ പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സ്. ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ പറന്ന് പറന്ന് പോകുന്ന വണ്ട് ചിലപ്പോൾ താമരപ്പൂവിൽ വീണാൽ പിന്നെ പറന്ന് പോവാറില്ല. കാരണം ഈ വണ്ടിനെ വേണ്ടത്ത മധു, തേന് അവിടെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ആ വണ്ട് അവിടെ തന്നെ കിടക്കും. ഈ വണ്ട് താമര ഉപേക്ഷിച്ച് പോവാറില്ല, അവിടെ തന്നെ മധു കുടിച്ച് തേന് കുടിച്ച് അവിടെ കിടക്കും. ഈ താമര എന്ത് ചെയ്യും? വണ്ടിനെ പുറത്ത് വിടാറില്ല. വൈകുണ്ഠ്യമായാൽ പിന്നെ പിടിച്ചും ഇങ്ങനെ പിടിക്കും. താമര ഇങ്ങനെ കൂമ്പുന്ന സമയത്തിൽ താമരയും വണ്ട് വിടാറില്ല, വണ്ടും താമരയെ വിടാറില്ല. അതാണ് ഇവിടെ പറയുന്നത്. സവൈ മണഹ കൃഷ്ണ പദാരവിൻ, ഭഗവാന്റെ പാദമാണ് ഒരു താമര. കൃഷ്ണ പദാരവിന്ദയോ, ഈ അംബരീഷന്റെ മനസ്സാകുന്ന വണ്ട് ഭഗവാന്റെ പാദത്തിൽ പോയി ലയിച്ചു. അതേപോലെ മനസ്സിൽ എന്താ വിചാരമോ അത് തന്നെയാണ് പുറത്ത് വരും. കായം കഴിച്ചവർ പറഞ്ഞാൽ അവരുടെ വാക്കിൽ കായത്തിൻ്റെ സ്മെല്ലും ഉണ്ടാവും. ആര് എന്തൊക്കെ കഴിക്കുമോ, എന്ത് വിചാരിക്കുമോ അതാണ് വാക്കിൽ വരുന്നു. അംബരീഷൻ എപ്പോഴും ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിക്കുന്നു. എന്താ കാരണം? എപ്പോഴും മനസ്സിൽ ഭഗവാന്റെ വിചാരമാണ്. വചാംസി വൈകുണ്ഠ ഗുണാണു വർണ്ണനേ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ പ്രയോജനമൊക്കെ ഭഗവാനെ സേവിക്കലാണ്. അതാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നു അംബരീഷൻ. സാധാരണ പാടാറുണ്ട് ഭക്തന്മാർക്ക്, എല്ലാ ഇന്ദ്രിയങ്ങളുടെ പ്രയോജനം ഭഗവാനെ കാണാനാണ്. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ. കീർത്തനം കേൾക്കാതെ കാതെന്തിനാ കണ്ണ, കാതെന്തിനാ കണ്ണ, കാതെന്തിനാ. കീർത്തനം കേൾക്കാതെ കാതെന്തിനാ കണ്ണ, കാതെന്തിനാ കണ്ണ, കാതെന്തിനാ. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ. നാമങ്ങൾ ചൊല്ലാത്ത നാവെന്തിനാ കണ്ണ, നാവെന്തിനാ. നാമങ്ങൾ ചൊല്ലാത്ത നാവെന്തിനാ കണ്ണ, നാവെന്തിനാ കണ്ണ, നാവെന്തിനാ. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ കണ്ണ, കണ്ണെന്തിനാ. വചാംസി വൈകുണ്ഠ ഗുണാണ്. ഭഗവാന്റെ നാമങ്ങളെ പറയണം. ഇല്ലെങ്കിൽ ഈ നാവ് തവളയുടെ നാവ് പോലെയാണ്, നാക്ക് പോലെ എന്ന് പറയുന്നു. തവള രാത്രി മുഴുവൻ ശബ്ദിക്കണം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? തവളയ്ക്ക് എന്താ വിചാരം? ഞാനാ നല്ല പാടുന്ന ആൾ. ഇങ്ങനെ തവള വിചാരിക്കുമ്പോൾ അടുത്ത ശ്രോതാവ് വെറും പാമ്പ്. പക്ഷേ തമിഴ്നാട്ടിൽ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു, ശ്രീധര വെങ്കടേശ ശാസ്ത്രികൾ. അദ്ദേഹം ഈ തവളയുടെ ശബ്ദം കേട്ടപ്പോൾ ആ തവളയ്ക്ക് വീണ് നമസ്കരിച്ചു. അദ്ദേഹം വിചാരിച്ചു ഈ തവളയ്ക്കാണ് കൂടുതൽ ശിവഭക്തി. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഹരഹര 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 ഹരഹരാണ്. തവള കരകര ശബ്ദിച്ചാലും അത് ഹരഹരാണ് അദ്ദേഹം വിചാരിച്ച് തവളയെ നമസ്കരിച്ചു. അങ്ങനെ ഭക്തന്മാർക്ക് ആ തവള ശബ്ദിക്കുന്നത് പോലെ നാമമായിട്ട് കണക്കാക്കുന്നു. വചാംസി വൈകുണ്ഠ ഗുണാണു വർണ്ണനേ കരൗഹരേഹേ. അതേപോലെ ഇന്ദ്രിയങ്ങളുടെ പ്രയോജനം, കൈയുടെ പ്രയോജനം മന്ദിരമാർജന. അംബരീഷൻ ഞാൻ ഒരു രാജാനെ വിചാരിക്കാറില്ല, അമ്പലത്തിലേക്ക് സ്വയം നടന്നു പോകും. നാം എല്ലാവരും അംബരീഷൻ രാജാവ് വിചാരിച്ചാൽ
തേരിൽ പോകാമായിരുന്നു, പക്ഷേ തേരിൽ പോകാറില്ല, നടന്ന് ക്ഷേത്രത്തിലേക്ക് പോവും. അംബരീഷന്റെ ഭാര്യയും അതേപോലെയാണ്. ഇവിടെ വർണ്ണിക്കുന്നു മഹിഷ്യ തുല്യശീലയ, തനിക്ക് തുല്യമായ ശീലം. ഗുരുനാഥൻ പറയുമ്പോൾ മഹിഷ്യ അതുല്യശീലയ, അംബരീഷനേക്കാൾ കൂടുതൽ ഭക്തി കാണിക്കുന്ന സ്ത്രീയാണ് അംബരീഷന്റെ ഭാര്യ. ശ്രീമതി എന്ന് അംബരീഷന്റെ ഭാര്യയുടെ പേര്. ശ്രീമതി ഒരു സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഈ കൊട്ടാരത്തിൽ കാവൽക്കാരനായിട്ട് ഇരിക്കുന്ന ഒരു കാവൽക്കാരൻ്റെ പെൺകുട്ടിയാണ്. ഈ ശ്രീമതി കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ, ഇങ്ങനെ മെലിഞ്ഞ് പോകുന്നു. അപ്പോൾ അച്ഛനമ്മമാർ ചോദിച്ചു, കുട്ടി നിനക്ക് എന്താ സങ്കടം പറഞ്ഞോളൂ. അപ്പോൾ ശ്രീമതി പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹം, അംബരീഷിൻ്റെ കല്യാണം കഴിക്കണം. ഇത് പറഞ്ഞപ്പോൾ ഈ ജോലിക്കാരൻ പറഞ്ഞു, ഇത് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാവ് പോവും. അംബരീഷൻ്റെ ധനാഢ്യത്വം എവിടെ? നമ്മളെല്ലാവരും സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവരാണ്. അംബരീഷിനെ കല്യാണം കഴിക്കാൻ എന്താ മോഹം ഇങ്ങനെ ഉണ്ടാവാൻ എന്താ കാരണം? അപ്പോൾ ശ്രീമതി പറഞ്ഞു, അംബരീഷിൻ്റെ പണം നോക്കിയിട്ട് ഞാൻ പ്രേമിച്ചിട്ടില്ലേ, അംബരീഷിൻ്റെ ഭക്തി നോക്കിയിട്ടാണ്. അംബരീഷൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ തൊഴുന്നുണ്ട്, അവിടെ പോയി അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അംബരീഷിനെ കല്യാണം കഴിച്ചാൽ നമുക്ക് ഭക്തി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ഞാൻ അംബരീഷിനെ കല്യാണം കഴിക്കണം. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് ഇനി മിണ്ടേണ്ടാം, ഇത് ആരെങ്കിലും കേട്ട് രാജാവോട് പറഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി തന്നെ പോകും, പിന്നെ നാട്ടിൽ തന്നെ താമസിക്കാൻ പറ്റുന്നില്ല. ഇത് ഇങ്ങനെ പറയുന്ന സമയത്തിലാണ് അംബരീഷൻ, പണ്ടൊക്കെ രാജാക്കന്മാർ വേഷം മാറി ഇങ്ങനെ നാട്ടിൽ വരാറുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചീത്ത പേര് പറഞ്ഞാൽ അത് നേരാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാവരും ചെയ്യും, ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അപ്പോൾ അവരുടെ തലയെടുക്കും. പണ്ടൊക്കെ അങ്ങനെ നല്ല രാജാക്കൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അവർ ചീത്ത പേര് പറഞ്ഞാൽ അത് തൻ്റെ ഗുണം ഒന്ന് നേരാക്കാൻ വേണ്ടി പണ്ടൊക്കെ വേഷം മാറി സഞ്ചരിച്ചിരുന്നു രാജാക്കന്മാർ. അങ്ങനെ അംബരീഷൻ വേഷം മാറി വന്ന സമയത്തിലാണ് തൻ്റെ പേര് കേട്ടപ്പോൾ അടുത്തിരുന്ന് കേട്ടു. പിന്നെ മനസ്സിലാക്കി, എൻ്റെ ഭക്തിക്ക് വേണ്ടി ഒരു പെൺകുട്ടി ആഗ്രഹിച്ചു പറഞ്ഞാൽ ആ പെൺകുട്ടിയെ വേണം തീരുമാനിച്ചു അംബരീഷൻ. അടുത്ത ദിവസം ഈ ജോലിക്കാരനെ വരാൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്നെ ജോലിക്കാരൻ പേടിച്ചു. അടുത്ത വീട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇനി നമ്മുടെ ജോലി പോകും, പിന്നെ നാട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ലേ, ഇങ്ങനെ വിചാരിച്ച് പേടിച്ച് പോയപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് ഒരു കല്യാണം കഴിക്കണം, അതിന് നിൻ്റെ പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത്. മഹാരാജാവേ, എനിക്കിനി സ്ത്രീധനമായിട്ട് കൊടുക്കാൻ ഒന്നും ഇല്ലല്ലോ, ഒന്നും ആവശ്യമില്ല, നിൻ്റെ പെൺകുട്ടിയാണ് ഒരു രത്നം കൊടുക്കുന്നതിന് കൂടുതൽ രത്നത്തിൻ്റെ ആവശ്യമില്ല, നിൻ്റെ പെൺകുട്ടിയെ തന്നാൽ മതി, പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം അങ്ങനെ പറഞ്ഞ് ഗംഭീരമായി വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ ശേഷം മഹിഷ്യാ തുല്യശീലയാ, ഇങ്ങനെയൊക്കെ അംബരീഷനും ശ്രീമതിയും രണ്ടുപേരും ഒന്നിച്ചാണ് ചേർന്ന് നടന്ന് ക്ഷേത്രത്തിലേക്ക് പോകും. ക്ഷേത്രത്തിൽ പോയാൽ അംബരീഷൻ ആ പുല്ലുമൊക്കെ ഇങ്ങനെ തെത്തി അതുമൊക്കെ തരും. ഈ ശ്രീമതി അത് ആ കുപ്പയൊക്കെ ഒരു കുപ്പ ഇട്ടുന്ന സ്ഥലത്തിൽ കൊണ്ടാക്കും. പിന്നെ ശ്രീമതി ആ ക്ഷേത്രത്തിലുള്ള വിളക്ക് പാത്രങ്ങളൊക്കെ ഗണ്ടിയൊക്കെ ശുദ്ധമാക്കി ശ്രീമതി തരും. പിന്നെ അംബരീഷൻ ആ വിളക്കൊക്കെ വെച്ച് തിരിയൊക്കെ നേരാക്കി വയ്ക്കും, തിരിയൊക്കെ ഇട്ട് പിന്നെ ശ്രീമതി വിളക്ക് കൊളുത്തും. പിന്നെ അംബരീഷൻ ചന്ദനം അരയ്ക്കാറുണ്ട്, ശ്രീമതി അതിന് ചന്ദനത്തിൽ പച്ചകർപ്പൂരം കുങ്കുമപ്പൂവൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെ രണ്ടുപേരും ദമ്പതിയായിട്ട് എങ്ങനെ ഭക്തി ചെയ്യണം, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. ദമ്പതിയായിട്ട് ഭാഗവതം കേൾക്കാൻ വരുന്നവർ ഭാഗ്യവന്മാരാണ്. അങ്ങനെ ദമ്പതിയായിട്ട് ഭാഗവതം കേൾക്കുന്നവർ ഭക്തി ചെയ്യുന്നവർ അതേപോലെ തന്നെ ദമ്പതിയായിട്ട് ഭഗവാന്റെ അടുത്ത് പോകും. വൈമാണികാഹ സലലനാഹ, തൃതീയ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഭക്തന്മാർ സ്വന്തം സ്ത്രീയോടൊപ്പം അവിടെ നാമം പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദമ്പതിയായിട്ട് ഭക്തി ചെയ്യാൻ ഭാഗ്യം വേണം. ചില ആൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ കുടുംബജീവിതം പ്രത്യേക നരകത്തിന് പോകേണ്ട ആവശ്യമില്ല, അവരുടെ കുടുംബം തന്നെ നരകം. ഭക്തി ഉണ്ടെങ്കിൽ കുടുംബം മോക്ഷമായി, ഭക്തി ഇല്ലെങ്കിൽ പിന്നെ കുടുംബം തന്നെ നരകം. രാധാമുകുന്ദദ്വയദാസ്യലക്ഷ്യം ഗാർഹസ്ഥ്യമേതത്കില മോക്ഷതുല്യം. ഗുരുനാഥൻ പറയുന്നുണ്ട്, രാധാമുകുന്ദദ്വയദാസ്യലക്ഷ്യം, ഭക്തി ചെയ്യുന്ന കുടുംബമാണ് മോക്ഷം. ഭക്തി ഇല്ലെങ്കിൽ പിന്നെ താവത് കാരാഗൃഹം ഗൃഹം, പിന്നെ അത് തന്നെ കാരാഗൃഹം. ഇത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് പ്രചേതസുകളോട്, മദ്വാർത്തായാത യാമാണം, കല്യാണം കഴിച്ചാൽ ബന്ധമാവില്ലേ? അപ്പോൾ പ്രചേതസുകളോട് ഭഗവാൻ പറയുന്നു, മദ്വാർത്തായാത യാമാണം, എന്നെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നോളൂ, എന്ന ബന്ധായ ഗൃഹാമതാഹ, ഗൃഹം ബന്ധമാവുന്നില്ലേ എന്ന ഭഗവാൻ തന്നെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അംബരീഷൻ്റെ ഭക്തി. രണ്ടുപേരും ഒന്നിച്ച് ഇങ്ങനെ ഭക്തി ചെയ്യുന്നു. ചിലപ്പോൾ അംബരീഷനേക്കാൾ കൂടുതൽ ഭക്തിയാണ് അംബരീഷൻ്റെ ഭാര്യയ്ക്ക്. നിറച്ചും ഭക്തന്മാരുടെ കഥ നമുക്ക്
ഭാരതത്തിൽ കാണാം. എല്ലാ ഭക്തന്മാരുടെ കഥയിലും അവരുടെ ഭക്തന്മാരെക്കാൾ കൂടുതൽ ഭക്തി കാണിക്കുന്നത് അവരുടെ ഭാര്യമാരാണ്. രാമാനുജാചാര്യനക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു. രാമാനുജാചാര്യൻ തിരുപ്പതി മലയുടെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ നിറച്ചും പൂ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കണം, മരങ്ങളിൽ പൂ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണം. ആ പൂക്കളെടുത്ത് മാല കെട്ടാൻ അവിടെ ആളില്ല. ഇപ്പൊക്കെ നിറച്ചും ധാരാളം ആളുകൾ പോകുന്നുണ്ട്. രാമാനുജാചാര്യൻ കാലത്തിലൊക്കെ തിരുപ്പതി ഭയങ്കര കാടാണ്, കയറാൻ ബുദ്ധിമുട്ടാണ്. അവിടെ തിരുപ്പതിയിൽ നിറച്ചും മരങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാനക്കും ആ പൂവെടുത്ത് മാല കെട്ടാൻ ആളില്ലല്ലോ എന്ന് രാമാനുജസ്വാമികൾ വിഷമിച്ചപ്പോൾ ശിഷ്യൻ അനന്താഴ്വാൻ അദ്ദേഹം എഴുന്നേറ്റു, ഗുരുനാഥ ഞാൻ പോയി ആ കൈങ്കര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ അനന്താഴ്വാൻ പുറപ്പെട്ടു. അദ്ദേഹം പുറപ്പെട്ടത് ആശ്ചര്യമില്ലേ, ആ സമയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഗർഭവതി. ആദ്യം 2 കുട്ടി ഉണ്ടായിട്ടുണ്ട്, പിന്നെ 3ാമത്തെ ഗർഭമാണ്. ആ സമയത്തിലും ഗുരുനാഥൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി, ഈ കഥ പറയാൻ എന്താ കാരണം, ചിലപ്പോൾ നിങ്ങൾക്ക് ഭൂമാനന്ദ സ്വാമികൾ നിർദ്ദേശം കൊടുക്കാറുണ്ട്, അങ്ങനെ ഗുരുനാഥൻ്റെ കൈങ്കര്യം ചെയ്യണമെങ്കിൽ കൈങ്കര്യം ചെയ്ത് ഇങ്ങനെ ഓടി നടക്കുന്നവർക്ക് പ്രഭാഷണം കേൾക്കാൻ പറ്റാതാവും. ഭാഗവതനെ ഭക്തൈഹി ഭാഗവതൈ സഹ, ഭഗവാൻ വൈകുണ്ഠത്തിൽ ഭക്തന്മാരോടും ഭാഗവതന്മാരോടും അവിടെ ജീവിക്കുന്നു. ഭക്തൻ പറഞ്ഞാൽ എന്താ, ഭാഗവതൻ പറഞ്ഞാൽ എന്താ? ഭക്തൈഹി ഭാഗവതൈ സഹ. ഭക്തൻ പറഞ്ഞാൽ ഭഗവാനുക്ക് നേരിട്ട് കൈങ്കര്യം ചെയ്യുന്നവരാണ് ഭക്തന്മാർ. അങ്ങനെ ഭഗവാന്റെ അടുത്ത് കൈങ്കര്യം ചെയ്യാതെ അവിടെ ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്ന ചില, നിങ്ങളൊക്കെ ഭക്തന്മാരാണ്, നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി അവിടെ എവിടെ ഇങ്ങനെ സത്രത്തിന് ഓടി നടക്കുന്ന ആളുകളുണ്ടോ, അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ ചിലപ്പോൾ ഭാഗവതം. പക്ഷേ അവരൊക്കെ ഭാഗവതന്മാരാണ്. ഭക്തന്മാർക്ക് കൈങ്കര്യം ചെയ്യുന്നവരാണ് ഭാഗവതന്മാർ. അപ്പോൾ ഭഗവാൻ ആദ്യം ആരെയാണ് അനുഗ്രഹിക്കും? ഭക്തന്മാരെ ഇല്ലേ, ഭാഗവതന്മാരെയാണ് ആദ്യം അനുഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും ഓടി നടക്കേണ്ട, അതിന് നിർദ്ദേശിച്ച ആളുകൾ ചെയ്താൽ മതി. അങ്ങനെ ഭക്തൈഹി ഭാഗവതൈ സഹ, അങ്ങനെ ഗുരുനാഥൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി ഗുരുനാഥനക്ക് വേണ്ടി അദ്ദേഹം ശ്രീരംഗത്തിലാണ് താമസിച്ചിരുന്നു. ശ്രീരംഗത്തിൽ നിന്നും പുറപ്പെട്ടു. കാരണം ഭാഗവതം എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ ഭക്തചരിത്രം കൂട്ടിച്ചേർത്ത് പറയാറുണ്ട് ഗുരുനാഥൻ. അതിനുവേണ്ടി ഭക്തചരിത്രം പറയാൻ കാരണം, തൻ്റെ ഭാര്യയെ രണ്ട് കുട്ടികൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഒരു കുട്ടിയെ തോളിലെടുത്തു, ഒരു കുട്ടിയെ അറക്കട്ടിലെടുത്തു, പിന്നെ ഗർഭവതി. ഇങ്ങനെ ഗർഭവതിയായ സ്ത്രീയും ഭാര്യയെയും വിളിച്ചുകൊണ്ടാണ് തിരുപ്പതിയിൽ പോയി. അവിടെ പോയാൽ നല്ല മഴക്കാലമാണ്. മഴക്കാലത്തിൽ ചെടികൾക്ക് വെള്ളം ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ വേനൽക്കാലത്തിൽ വെള്ളമില്ലെങ്കിൽ പിന്നെ അവിടെ മാല കെട്ടി സമർപ്പിക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി ഒരു കുളം ഉണ്ടാക്കണം. കുളമൊക്കെ 100,000 ആളുകൾ ചേർന്നിട്ടാണ് ഉണ്ടാക്കണം. പക്ഷേ ഇവർ 2 ആളാണ് അവർ പോയത്. അവർ ഒരു അരുവി വീഴുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഒരു കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഈ ആനന്ദാഴ്വാൻ കുഴി ഇങ്ങനെ കുഴിച്ചു. അങ്ങനെ കുഴി ഉണ്ടാക്കുന്ന വിധത്തിൽ ആ മൺവെട്ടി മണ്ണ് എടുത്ത് ഒരു കൊട്ടയിൽ വെച്ച് ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ അവിടെ പോയി അത് കൊണ്ടാക്കണം. ഭാര്യയെ ആ ഗർഭവും ധരിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ഗുരുനാഥനക്ക് വേണ്ടി അങ്ങനെ ഈ മണ്ണ് മുഴുവൻ ഇങ്ങനെ കൊണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഈ സമയത്തിലാണ് അവിടെ ഒരു വേടൻ വന്നു. ആ വേടൻ പറഞ്ഞു, അമ്മേ ഇങ്ങനെ ഈ ഗർഭവതിയായ സമയത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട, എന്ത് ചെയ്യണം പറഞ്ഞോളൂ, ഞാൻ ചെയ്തോളാമെന്ന്. അമ്മയുടെ കയ്യിൽ നിന്നും ഭാര്യയുടെ കയ്യിൽ നിന്നും ആ മൺപാത്രം വാങ്ങി മണ്ണ് ഈ ആൾ വീശി വരുന്നുണ്ട്. ഭാര്യ വേഗം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, അനന്താഴ്വാൻ ഞാൻ പറഞ്ഞ സ്ഥലത്തിലേ നീ ആ മണ്ണ് വീശി വരുന്നത്? ഇല്ലേ, ആ സ്ഥലത്തിലാണ്. പക്ഷേ ഞാൻ പകുതി ദൂരം പോകുന്നു, പകുതി ദൂരത്തിൽ ഒരു വേടൻ വാങ്ങി പോകുന്നു. വിളിച്ചു വേടന്, എൻ്റെ ഗുരുനാഥനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കൈങ്കര്യമാണ്, ഇവിടെ നീ കയറാൻ പാടില്ലേ, എനിക്ക് കുറച്ച് പുണ്യം തന്നോട്ടെ തരണേന്ന് വേടൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിനക്ക് പുണ്യം വേണമെങ്കിൽ നീ പ്രത്യേകം കുളമുണ്ടാക്കി അവിടെ തോട്ടമുണ്ടാക്കി ചെയ്തോളൂ, ഞാൻ എൻ്റെ കൈങ്കര്യത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെയാണ് ചില ഭക്തന്മാരൊക്കെ. തൊണ്ടരടി പൊടിയാഴ്വാർ അദ്ദേഹം നല്ല മഴക്കാലത്തിൽ വെള്ളം ഒഴിക്കാറുണ്ട് ചെടികൾക്ക്. എന്താ കാരണം? ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇടയ്ക്ക് വർണ്ണൻ കയറി വരുന്നുണ്ട് എൻ്റെ കൈങ്കര്യത്തിന്. ഈ വർണ്ണനക്ക് കൊടുക്കാൻ പാടില്ല കൈങ്കര്യം. എൻ്റെ കൈങ്കര്യം ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന കൈങ്കര്യം ഞാൻ തന്നെ ചെയ്യണം വിചാരിച്ചിട്ട് അദ്ദേഹം ചെടികൾക്ക് മഴ സമയത്തിലും വെള്ളം കോരി ഒഴിക്കാറുണ്ട്. അങ്ങനെ ഭക്തന്മാരുടെ ഭാവം. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരുനാഥനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു, നീ മാറി നിന്നോളൂ. പക്ഷേ വേടൻ പോയിട്ടില്ല. വീണ്ടും പറഞ്ഞു, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോട്ടെ, തറു അമ്മേന്. വീണ്ടും വാങ്ങി വേടൻ തന്നെയാണ് ആ മണ്ണ് മുഴുവൻ വീശി വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഓടി വന്നു, കയ്യിൽ ആയുധമുണ്ടല്ലോ, ആ
ഗടപ്പാറ എന്ന് പറയണം. അത് ആയുധം എടുത്തു വന്നപ്പോൾ ഇദ്ദേഹത്തിനെ ശുണ്ഠി കണ്ടപ്പോൾ ഓടി വേടൻ. ഇദ്ദേഹം വിടാതെ വിരട്ടി പിന്നിൽ പോയി. പിന്നെ വേടനെ പിടിക്കാൻ പറ്റാതായപ്പോൾ വീശി ആ ആയുധം. അത് വേടൻ്റെ താടിയിൽ അടിച്ചു, രക്തം വരാൻ തുടങ്ങി. ഓടി വേടൻ. പിന്നെ അന്ന് മാളമൊക്കെ കെട്ടി ഭഗവാന് സമർപ്പിക്കാണ്ട് ആ അമ്പലത്തിലെത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്കൊന്നും മാളൻ്റെ ആവശ്യമില്ലേ. മാളയുടെ ആവശ്യമില്ല പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ മാള കെട്ടിക്കൊണ്ടുവരണില്ലേ. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് മാള കെട്ടിക്കൊണ്ട് തരണം. ഞാൻ മാള കെട്ടിക്കൊണ്ട് വെച്ചോളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഇവിടെ വന്നിട്ടില്ല, ഗുരുനാഥനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നു. ഞാൻ മാള കെട്ടി സമർപ്പിക്കേണ്ടതാണ് എൻ്റെ തൊഴിൽ, ഞാൻ മാള കെട്ടി സമർപ്പിച്ചോളാം. അപ്പോൾ ഭഗവാനക്ക് ദേഷ്യം വന്നു. കാരണം രണ്ടുപേരും മുഖം കണ്ടിട്ടില്ല. ഉള്ളിൽ നിന്നും ഭഗവാൻ അശരീര വാക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ വന്നില്ലെങ്കിൽ എൻ്റെ മലയിൽ താമസിക്കാൻ പാടില്ലേ എന്ന് ഭഗവാൻ ആജ്ഞ കൽപ്പിച്ചു. ഇത് എൻ്റെ മലയാണ് തിരുപ്പതി, ഇവിടെ താമസിക്കാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മലയില്ലേ, നിങ്ങളുടെ സ്വന്തം സ്ഥലം വൈകുണ്ഠമാണ്. നിങ്ങൾ വൈകുണ്ഠത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നു ഭൂലോകത്തിലേക്ക്. ഈ തിരുപ്പതിക്ക് സ്വന്തം സ്ഥലം വരാഹ ഭഗവാന്റെ സ്ഥലമാണ്. ഇപ്പോഴും തിരുപ്പതിയിൽ പോയാൽ അവിടെ കുളത്തിൻ്റെ അടുത്ത് ഒരു വരാഹസ്വാമി ചെറിയ ക്ഷേത്രമുണ്ട്. അവിടെ ഒരു പട്ടയം തന്നെ ഉണ്ട്. ഒരു ചെമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഭൂമി മുഴുവനും വരാഹ ഭഗവാന്റെ സ്വന്തം. അങ്ങനെ വരാഹഭഗവാന്റെ സ്വന്തമായ സ്ഥലത്തിൽ ചില ആളുകൾ ഇങ്ങനെ കുരിശ് വയ്ക്കാൻ പോയി. പിന്നെ അയാൾ അവിടെ തന്നെ മലയിൽ തട്ടി ഭഗവാൻ കൊന്നു. ആയിക്കോട്ടെ, ആ കഥ ആയിക്കോട്ടെ, അത് ആവശ്യമില്ലേ. അത് വരാഹ ഭഗവാന്റെ ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് സഹസ്രനാമത്തിൽ പറയുമ്പോൾ മഹാവരാഹോ ഗോവിന്ദ. മഹാവരാഹോ പറയുന്നത് ഈ വരാഹ ഭഗവാൻ, ഗോവിന്ദൻ തിരുപ്പതി പെരുമാൾ. അപ്പോൾ ഞാൻ ശ്രീരംഗം ഭൂലോക വൈകുണ്ഠത്തിൽ നിന്നും ഞാൻ ഈ തിരുപ്പതിക്ക് വന്നിരിക്കുന്നു, നിങ്ങൾ ആ വൈകുണ്ഠത്തിൽ നിന്ന് വന്നിരിക്കുന്നു. രണ്ടുപേർക്കും വന്ന സ്ഥലം, പക്ഷേ എനിക്ക് കുറച്ച് മുമ്പ് വന്നു, ഞാൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം നിങ്ങളുടെ സ്ഥലമില്ലേ, എനിക്കും ഇവിടെ താമസിക്കാം അവകാശമുണ്ട് അദ്ദേഹം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ദേഷ്യത്തോടും ഭഗവാൻ പോലും നോക്കാതെ പോയപ്പോൾ ഭഗവാൻ പറഞ്ഞു, അനന്താഴ്വാൻ എന്നെ ഒന്ന് നോക്കൂ. അങ്ങനെ അനന്താഴ്വാൻ നോക്കിയപ്പോൾ കണ്ടു ഭഗവാന്റെ താടിയിൽ രക്തം. ഭഗവാന്റെ താടിയിൽ രക്തം കണ്ടപ്പോൾ, ഭഗവാനെ നിങ്ങൾക്ക് മാല കെട്ടണമെന്നാണ് ഗുരുനാഥൻ കൽപ്പിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്രണം വരാൻ എന്താ കാരണം? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിന്നെ സഹായിക്കാൻ വേണ്ടി, നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വേടൻ്റെ വേഷം കെട്ടി വന്നു. അപ്പോൾ നീ എന്നെ അടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആയി. ഭഗവാനെ ഇത് കേട്ടാൽ ഗുരുനാഥൻ കൂടുതൽ കരയും, ഇത് എന്തിനു മരുന്ന് ഇടേണ്ടേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ സാധാരണ രോഗികൾക്ക്, പഞ്ചഭൗതിക ശരീരമുള്ളവർക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കാം. എനിക്ക് ഭാഗവതന്മാരുടെ പാദധൂളി, ഭാഗവതന്മാരുടെ കാൽപ്പൊടി എടുത്തുകൊണ്ട് ഇവിടെ വെച്ചാൽ മതി, അത് ഈ വേദന മാറിക്കോളും. എവിടെയാണ് പോകുന്നത്? ഭാഗവതന്മാരുടെ ഇല്ലല്ലോ, നിൻ്റെ പാദധൂളി കൊടുത്താൽ മതി ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഭക്തന്മാരുടെ പാദധൂളിയാണ് ഇപ്പോഴും തിരുപ്പതി ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ ഒരു വെളുത്ത സാധനം വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചകർപ്പൂരമാണ് ആ സ്ഥലത്തിലേക്ക് വയ്ക്കുന്നു. പണ്ടൊക്കെ ഭാഗവതന്മാരുടെ പാദധൂളിയാണ് വച്ചിരുന്നു. അങ്ങനെയാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഭഗവാനൊക്കെ ഒരു താടിയിൽ ഒരു വെളുത്ത വരാണ്. ഇപ്പോഴും തിരുപ്പതി ആ ക്ഷേത്രത്തിൻ്റെ മഹാദ്വാരത്തിൽ ആ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അനന്താഴ്വാൻ ഗടപ്പാറ എന്ന ഒരു ആയുധം അദ്ദേഹം വീശി അടിച്ച് ആ ആയുധം അവിടെ തൂക്കിയിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവരും ധൃതിയിൽ പോകുന്നവരൊക്കെ മേപ്പോട്ട് ഇങ്ങനെ നോക്കാൻ പാക്കണം. അവിടെ ഉള്ളിൽ ഭഗവാനെ കാണാൻ ഓടുന്നവർക്ക് അത് കാണാൻ പറ്റുന്നില്ലേ? ആദ്യം പോകുന്ന വഴിയിലോ അല്ലടെ വരുന്ന വഴിയിലോ നമുക്ക് കാണാം. ആ പ്രധാന ദ്വാരത്തിൽ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അദ്ദേഹം അടിച്ച ആ ആയുധം. ഈ കഥയുടെ താത്പര്യം എന്താ? അനന്താഴ്വാൻ പുറപ്പെട്ടത് ആശ്ചര്യമില്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വന്നു, എനിക്ക് പറ്റുന്നില്ലേ, എനിക്ക് ഗർഭവതിയാണ്, എൻ്റെ ജനിച്ച വീട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ ഗർഭമൊക്കെ കഴിഞ്ഞ് കുട്ടി ജനിച്ച ശേഷം പിന്നെ വരാം, അങ്ങനെയൊക്കെ പറയാതെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ധൈര്യമായിട്ട് പുറപ്പെട്ടു വന്നില്ലേ. ഭാര്യയെ അനുസരിച്ചാലേ കുടുംബജീവിതത്തിൽ ഭക്തി ചെയ്യാൻ പറ്റുള്ളൂ. 4 ഭക്തന്മാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഭാര്യ അറിയാവണ്ടേ? പണ്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പുറത്ത് ഹോട്ടലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു നല്ല ഭാര്യയെ കിട്ടിയാലല്ലേ വീട്ടിൽ 4 ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും, അന്നദാനം ചെയ്യാൻ പറ്റും. അങ്ങനെ അനന്താഴ്വാൻ്റെ ഭാര്യയുടെ മഹിമയാണ്. മഹിഷ്യ തുല്യശീലയ. അംബരീഷനുക്കും അതേപോലെയാണ്. മഹിഷ്യ തുല്യശീലയ മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തദ്ഭൃത്യഗാത്ര
സ്പർശേംഗസംഗമം ഘ്രാണഞ്ച തത്പാദസരോജസൗരഭേ ശ്രീമത്തുലസ്യാ രസനാം തദർപ്പിതേ. ഇവിടെ കറവ് ഹരേഹേ മന്ദിര, ഞാനൊരു രാജാവ് ഒരു അഹങ്കരിച്ചിരിക്കാറില്ലേ, അവശ്യം വേണ്ടി വന്നാൽ ഭഗവാനക്ക് തീപ്പന്തം കൊളുത്താനും അതേപോലെ ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് വേണ്ടി ചുമക്കാൻ വേണ്ടി റെഡിയായിട്ട് വരും. ഭഗവാന്റെ കൈങ്കര്യത്തിൽ നല്ല കൈങ്കര്യം മോശ കൈങ്കര്യം ഇല്ലേ, എല്ലാ കൈങ്കര്യവും ഒന്നാണ്. മന്ദിര മാർജനാദിഷു. ഇപ്പോഴും നമുക്ക് ജഗന്നാഥ ക്ഷേത്രം, ഒറീസ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അവിടെ രാജാവാണ് ആ രഥോത്സവ സമയത്തിൽ അവിടെ അടിച്ചു തെളിക്കാൻ വേണ്ടി വരും. അവർക്ക് സുവർണ ചൂളാണ്. ഇപ്പോൾ പത്മനാഭനക്ക് അവിടെ സുവർണ ചൂള് പോലെയാണ് അവിടെയും അവർ സുവർണ ചൂള് കൊണ്ട് ആ രാജാവാണ് ആദ്യം ആ രഥോത്സവത്തിൽ മുമ്പിൽ ഭക്തന്മാരുടെ കാല് വേദനിക്കാൻ പാടില്ലല്ലോ, അതിനു വേണ്ടി അവിടെ അടിച്ചു തെളിക്കാൻ വേണ്ടി അവിടുത്തെ രാജാവാണ് വരേണ്ടത്. ആ രാജാവിൻ്റെ പേരാണ് പുരുഷോത്തമൻ. പുരുഷോത്തമ രാജാവാണ് അവിടെ രാജാക്കളുടെ കൈങ്കര്യമായിരുന്നു അടിച്ചു തെളിക്കുന്നത്. ആ രാജാവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി അടുത്തുള്ള രാജാവിൻ്റെ മകളെ അന്വേഷിച്ചു. നിൻ്റെ മകളുടെ ഞാൻ കല്യാണം കഴിച്ചു തരണം. അപ്പോൾ അടുത്ത നാട്ടുകാരൻ പറഞ്ഞു, ഇങ്ങനെ അടിച്ചു തെളിക്കുന്ന ആൾക്കൊക്കെ എൻ്റെ പെൺകുട്ടി കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ദേഷ്യം വന്നു. ഭഗവാന്റെ കൈങ്കര്യം കുറേ പറഞ്ഞില്ലേ, പുറപ്പെട്ട് യുദ്ധത്തിനായിട്ട് പിടിച്ചു, അടുത്ത രാജാവിനെ കയറി പിടിച്ചു. അടിച്ചു തെളിക്കുന്ന ആളുടെ മഹിമ കണ്ടല്ലോ, പെൺകുടിയെ അങ്ങനെ പെൺകുട്ടിയെ സ്വീകരിച്ച് കൊണ്ടുവന്നു. അങ്ങനെ അതേപോലെ മാർത്താണ്ഡവർമ്മ മഹാരാജ ഇവിടെ എല്ലാം സുവർണവും വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കാമായിരുന്നു, പക്ഷേ എല്ലാം അമ്പലത്തിൽ കൊടുത്തു. എന്തൊക്കെയുണ്ടോ എല്ലാം പത്മനാഭനക്ക് ആയിക്കോട്ടെ. എന്നാൽ പത്മനാഭന ദാസനായിട്ടാണ് മഹാത്മാക്കളൊക്കെ പണ്ടൊക്കെ മഹാറാണികളും അതേപോലെ രാജാക്കളും ഭഗവാനക്ക് വേണ്ടി എല്ലാം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ രാജാക്കളോ അമ്പലത്തിന് എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പണ്ടൊക്കെ എല്ലാം വീട്ടിലിരിക്കുന്ന ആഭരണം മുഴുവനും അമ്പലത്തിലാണ് കൊണ്ടു കൊടുത്തിരുന്നു, റാണിമാർ മുഴുവനും. ഏവം സദാ കർമ്മകലാപമാത്മനഃ. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളുടെ പ്രയോജനം ഇവിടെ വർണ്ണിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനക്ക് സമർപ്പിച്ചുകൊണ്ട് യഥാ ഉത്തമ ശ്ലോകജനാശ്രയാരതി. എപ്പോഴും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് അംബരീഷൻ്റെ ഭക്തി. അംബരീഷൻ്റെ ഭക്തി കണ്ടപ്പോൾ ഭഗവാൻ തന്നെ അംബരീഷനക്ക് തൻ്റെ ചക്രം കൊടുത്തു. ചക്രം ഭഗവാൻ എല്ലാവർക്കും കൊടുക്കാറില്ല. ചക്രം ഭഗവാൻ 3 ആൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പൃഥ്വി അവതാരത്തിൽ പൃഥ്വിൻ്റെ കയ്യിൽ ചക്രം കൊടുത്തു, ഹരിസുദർശനം ചക്രം. പിന്നെ രണ്ടാമത് ഈ അംബരീഷൻ്റെ കയ്യിൽ ചക്രം ഏൽപ്പിച്ചു ഭഗവാൻ. കാരണം അസുരന്മാർക്കൊക്കെ ചക്രം കൊടുക്കാറില്ല, അവർ കൊടുത്താൽ അവരെടുത്ത് പിന്നെ എല്ലാവരെയും അടിക്കാൻ പുറപ്പെടും. നല്ല ആളുകളുടെ കയ്യിൽ മാത്രമേ ചക്രം കൊടുക്കുള്ളൂ ഭഗവാൻ. പിന്നെ കൃഷ്ണാവതാരത്തിൽ ഈ കഥ ഏത് പുരാണത്തിൽ അറിഞ്ഞുകൂടാ, പക്ഷേ ഭാഗവതന്മാർ ആഴ്വാർമാരൊക്കെ പാടുന്നു. സീമാളികൻ ഇങ്ങനെ ഒരു അസുരൻ എന്ത് ചെയ്തു, കൃഷ്ണനെ തോൽപ്പിക്കണം. കൃഷ്ണനെ തോൽപ്പിക്കണമെങ്കിൽ വേറെ ഒരു ദ്രോണാചാര്യനോ പരശുരാമട്ടിയോ പഠിച്ചാൽ ശരിയാവണില്ല. കൃഷ്ണടുത്തിൽ നിന്നും വിദ്യ പഠിച്ചാലേ കൃഷ്ണനെ അടിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ചെയ്ത് കുറച്ച് കാണിക്ക എടുത്ത് വന്ന് ഗുരുദക്ഷിണ കൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്ത് സമർപ്പിച്ചു. കൃഷ്ണ, എനിക്കൊന്ന് വിദ്യയൊക്കെ അഭ്യസിച്ച് ധനുർവിദ്യ അഭ്യസിച്ച് തരണം. ഭഗവാൻ എല്ലാം അഭ്യസിച്ച് കൊടുത്തു, എല്ലാം പഠിപ്പിച്ചു. പിന്നെ അവസാനം പറഞ്ഞു, ഈ അസുരൻ കൃഷ്ണ എല്ലാം പഠിപ്പിച്ചു, ഈ ചക്രപ്രയോഗം മാത്രം പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഭഗവാൻ പറഞ്ഞു, ഇത് എനിക്കിതൊന്നും പറ്റുന്നില്ല, ചിലപ്പോൾ അങ്ങനെ വിട്ടാൽ ഇങ്ങോട്ട് വരും, അതായത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പ്രയോഗിക്കാറില്ല. അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഈ ചക്രം എടുക്കുള്ളൂ. സാധാരണ സമയത്തിൽ ഞാൻ വില്ല് വെച്ച് ശാർങ്കം വെച്ചാണ് യുദ്ധം ചെയ്യുന്നത്. എനിക്ക് അത് തന്നെ വേണം, ഞാൻ അത് പ്രാക്ടീസ് ചെയ്തോളാം എന്ന് ചക്രം വാങ്ങി. ഭഗവാൻ ശരി അഭ്യസിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തു. ഇങ്ങനെ അസുരൻ്റെ കയ്യിൽ ചക്രം കൊടുത്തപ്പോൾ അസുരൻ പറഞ്ഞു, കൃഷ്ണ, ഈ ചക്രം കൊണ്ടല്ലേ എല്ലാ അസുരന്മാരെയും നീ വധിച്ചത്, ഇപ്പോൾ നിന്നെ ഞാൻ വധിച്ചോളാം പറഞ്ഞ് ഇങ്ങനെ ചക്രം ഇങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ, ഈ ചക്രം നേരെ പുറപ്പെട്ട് ഈ ആളുടെ കഴുത്തെടുത്ത് താഴെ വെച്ചു. അങ്ങനെ ചക്രം കൊണ്ട് 3 ആളുടെ കയ്യിൽ കൊടുത്തു. അതിൽ ഒരാൾ ഭഗവാനായതുകൊണ്ട് പുത്തു അത് സ്വീകരിച്ചിരുന്നു. ഈ അസുരൻ മരിച്ചു. പിന്നെ അംബരീഷൻ ചക്രം കിട്ടിയപ്പോൾ ചക്രത്തെ രാജാവാക്കി താൻ ദാസനായിട്ടാണ് അവിടെ പൂജിച്ചിരുന്നു. എങ്ങനെ ഭരതൻ പാതുകയെ രാജാവാക്കി പാതുകാരാജ്യം രാജ്യഭരണം നടത്തിയോ, അതേപോലെയാണ് ചക്രരാജ്യം. ഇപ്പോഴൊക്കെ പൈസവിയൊക്കെ എന്തായതിന് അശോകചക്രം ഇങ്ങനെ മുദ്രയിട്ടിരിക്കണം. അംബരീഷൻ്റെ കാലത്ത് കൊടിയിലും സുദർശന ചക്രം, അതേപോലെ പണത്തിലൊക്കെ സുദർശന ചക്രമാണ് മുദ്രയായിരുന്നു. അങ്ങനെ അംബരീഷൻ്റെ രാജ്യഭരണം. അംബരീഷൻ പ്രധാനമായിട്ട് ചെയ്തു വന്നിരുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതം. ഇവിടെ പറയുന്നു, ദധാര ദ്വാദശീ വ്രതം
ദ്വാദശീ വ്രതം ഇവിടെ പറയുന്നു. ദ്വാദശീ വ്രതം പറഞ്ഞാൽ അത് അർത്ഥം ഏകാദശി വ്രതമാണ്, പക്ഷേ അത് കൂടുതൽ നിയമമുള്ളതാണ്. ദശമി ദിവസം രാത്രി മുഴുവനും, ദശമി ഒരു വേള ഭക്ഷണം കഴിക്കണം. പിന്നെ ഏകാദശി മുഴുവനും പട്ടിണി കിടന്ന് ദ്വാദശി ദിവസം 12 ബ്രാഹ്മണന്മാർക്ക് 12 സുവർണ പാത്രത്തിൽ പായസദാനം ചെയ്ത് പിന്നെ ഭക്ഷണം കഴിക്കണം. ഇതാണ് ദ്വാദശി വ്രതം. ദ്വാദശി ദിവസം ഒരു പ്രത്യേക നിയമം, ഇത് ഒരു കൊല്ലം ചെയ്താൽ ഭഗവാനുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും. അങ്ങനെ പ്രഭാഷണത്തിൽ ഒരു മഹാത്മാ പറഞ്ഞു. പ്രഭാഷണത്തിൽ കേട്ടപ്പോൾ നമുക്കൊക്കെ 12 സുവർണപാത്രത്തിൽ ദാനം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിലൊക്കെ വെങ്കലപാത്രം, ഇങ്ങനെ സാധാരണ പാത്രത്തിൽ ഇങ്ങനെ ബ്രാഹ്മണന്മാർക്ക് ദ്വാദശി ദിവസത്തിൽ പായസദാനം കൊടുക്കാറുണ്ട്. ഈ ദ്വാദശി ദിവസത്തിൽ അംബരീഷൻ രാജാവായതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. 12 ബ്രാഹ്മണന്മാർക്ക് 12 സുവർണ പാത്രത്തിൽ പായസദാനം, അതാണ് ദധാര ദ്വാദശി വ്രതം. ഇത് ഒരു കൊല്ലം വിടാതെ ചെയ്യണം. ചെയ്താൽ ഭഗവാനുക്ക് സന്തോഷം ഉണ്ടാകും. അങ്ങനെ 12 മാസം ഒരു കൊല്ലം വിടാതെ ചെയ്തു. അത് 12ാമത്തെ മാസം വൃന്ദാവനത്തിൽ തന്നെ എത്തിച്ചേർന്നു അംബരീഷൻ. അംബരീഷിൻ്റെ രാജ്യത്തിൻ്റെ മഹിമ ഇവിടെ വർണ്ണിക്കുന്നു. സ്വർഗോണ പ്രാർത്ഥിതോ യസ്യേ മനുജൈരമരപ്രിയഃ ശൃണ്വദ്ഭിരുപഗായദ്ഭിഃ ഉത്തമശ്ലോകചേഷ്ടിതം. അംബരീഷിൻ്റെ രാജ്യത്തിൽ എല്ലാവരും നാമം ജപിച്ചാണ് നടക്കുന്നു. നമുക്കും ഒന്ന് നാമം ജപിക്കാം. ഒന്ന് വെറുതെ കഥ മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗുരുനാഥൻ നാമാവളിയൊക്കെ പാടാറുണ്ട്. അപ്പം നമുക്കും ഒരു നാമാവളി പാടാം. മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന, ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന, വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന, വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന, വൃന്ദാവന ഗോപിക മനമോഹന, ജയ രാധാ ജീവന രാജീവദലലോചന, ജയ രാധാ ജീവന രാജീവദലലോചന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന. എല്ലാവരും കൈയടിച്ച് പാടണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് എല്ലാ സത്രത്തിലും, കൈയടിച്ച് നാമം ജപിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചീത്ത രേഖയൊക്കെ നല്ല രേഖയായിട്ട് മാറും. ആയസ് രേഖ കമ്മിയായിരിക്കുന്നവർ ഇവിടെ നാമം ജപിച്ച് കൈയടിച്ച ശേഷം ജോസിൻ്റെ കയ്യിൽ കാമിച്ചാൽ ജോസിൻ പറയും കൈരേഖ ആയസ് രേഖ എക്സ്പ്രസ് ഹൈവേ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പറയും. അങ്ങനെ ആയസ് രേഖ കൂടുതലാവും. അതേപോലെ ധനരേഖ, ധാന്യരേഖ, അങ്ങനെ എല്ലാ രേഖയും നന്നായി വരും. പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ നവഗ്രഹങ്ങളുമുണ്ട്. ഈ നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടണമെങ്കിൽ കൈയടിച്ച് നാമം ജപിച്ചാൽ മതി. നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഇങ്ങനെ കൈയടിച്ചാൽ പക്ഷികളൊക്കെ പറന്നു പോകും. അതേപോലെ കൈയടിച്ച് നാമം ജപിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ പോവും. എവിടെ പോവും? കൈ അടിക്കാതെ ആളെടുത്ത് പോവും. അപ്പോൾ സൂക്ഷിച്ചോളൂ, അടുത്തവരുടെ പാപം മേടിക്കാതെ എല്ലാവരും കൈയടിച്ച് വേണം നാമം ജപിക്കാം. കാരണം എന്താ, നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വേറെ ആളൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പം നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാകത്തിൽ ഭഗവാൻ നല്ല കൈയാക്കി കൊടുത്തിട്ടുണ്ട്, കുഷ്ഠരോഗിയായിട്ട് മാറ്റിയിട്ടില്ലേ. അപ്പോൾ അതിനൊരു നന്ദിക്ക് വേണ്ടി നമുക്ക് കൈയടിച്ച് നാമം ജപിക്കാം. നാമം ജപിച്ച് കൈയടിക്കുമ്പോഴാണ് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. വെറുതെ ഹാപ്പി ബർത്ത്ഡേ ടു യു കൈയടിച്ചാൽ ഒന്നും ഉണ്ടാവണില്ലേ. നാമം ജപിച്ചുകൊണ്ട് വേണം കൈയടിക്കാം. മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന, ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന. എല്ലാവരും അടിക്കുന്നോട് എനിക്ക് കാണുന്നില്ലേ, ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും.
ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന ഗോപിക മനമോഹന ജയ രാധാ ജീവന രാജീവദലലോചന ജയ രാധാ ജീവന രാജീവദലലോചന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ ഫോട്ടോ എടുക്കുന്നുണ്ട്, അടിക്കാത്ത ആള് അതിന് മനസ്സിലാവും. മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂ മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ ഉയർത്തണം ഭഗവാനുക്ക് വേണ്ടി. ചൈതന്യ മഹാപ്രഭുയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം എപ്പോഴും ഇങ്ങനെയാണ്, ഭഗവാനെ എന്നെ എടുക്കൂ. കുട്ടികൾ അങ്ങനെ പറയുള്ളൂ, കുട്ടികളൊക്കെ അമ്മേനെ ഇങ്ങനെ വിളിച്ചു വരും, അപ്പോഴേ അമ്മ എടുക്കുള്ളൂ. അങ്ങനെ ഇടയ്ക്ക് ഭഗവാനുക്ക് വേണ്ടി ദ്രൗപതി ഉയർത്തിയില്ലേ, രണ്ട് കൈ ഉയർത്തി ഭഗവാനെ രക്ഷിക്കുന്നു. ദ്രൗപതിയെപ്പോലെ ചൈതന്യ മഹാപ്രഭു പോലെ നമുക്ക് ഇങ്ങനെ ഇട്ട് അഭ്യാസം, ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് നേരം അങ്ങ് വേദനിക്കും, പിന്നെ അഭ്യസിച്ചാൽ ശരിയാവും. അങ്ങനെ ചൈതന്യ മഹാപ്രഭുയുടെ രൂപം എപ്പോഴും ഇങ്ങനെയാണ്, ഭഗവാനെ എന്നെ എടുക്കണേന്ന്. സ്വർഗോ ന പ്രാർത്ഥിതോ യസ്യേ ശൃണ്വദ്ഭിഃ ഉപഗായദ്ഭിഃ ഉത്തമശ്ലോകചേഷ്ടിതം. അംബരീഷിൻ്റെ രാജ്യഭരണ സമയത്തിൽ നാരദൻ ഒരു പ്രാവശ്യം സ്വർഗത്തിൽ എത്തിയപ്പോൾ സ്വർഗത്തിൽ ഓരോ ആളും ഇല്ല. അപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, നാരദ എല്ലാവരും പാപ ചെയ്യുന്നുണ്ട് തോന്നുന്നു, ഓരോ ആൾ പോലും സ്വർഗത്തിലേക്ക് വരണില്ലല്ലോ. അപ്പോൾ നാരദൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ നരകത്തിലാണ് വരേണ്ടത്. അവിടെ യമൻ പറയുന്നു, നാരദൻ പോയപ്പോൾ ഇവിടെ യമലോകത്തിൽ ഓരോ ആളും വന്നിട്ടില്ലേ, എല്ലാവരും പുണ്യം ചെയ്യുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് യമലോകത്തിൽ വന്ന് അവിടെ ഇരിക്കുന്ന യമൻ തൻ്റെ ഭടന്മാർക്കൊക്കെ തൻ്റെ ഭൃത്യന്മാർക്കൊക്കെ VRS കൊടുത്ത്, വാളിയർ റിട്ടയർമെൻറ്റ് കൊടുത്ത്, ഈ പോയിക്കൊള്ളിന് ജോലി ആവശ്യമില്ലേ. പിന്നെ നരകം മുഴുവനും അവിടെ വേസ്റ്റായി പാഴായി പോയി. നരകം മുഴുവനും, നരകത്തിൽ ആൾ വരണില്ലേ. നരകത്തിൽ നിന്ന് നാരദൻ സ്വർഗത്തിൽ പോയപ്പോൾ സ്വർഗത്തിലേക്ക് ആൾ വരണില്ല. അപ്പോൾ നാരദൻ പറഞ്ഞു, അത് അംബരീഷിൻ്റെ മഹിമയാണ്. കാരണം അംബരീഷിൻ്റെ രാജ്യഭരണത്തിൽ എല്ലാവരും നാമം ജപിച്ച് എല്ലാവരും ഏകാദശി വ്രതം നോക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായി, എല്ലാവർക്കും ത്രൂ ടിക്കറ്റ്, ഇടയ്ക്ക് എവിടെയും ഇറങ്ങാതെ ദുരന്തോ പോലെയാണ്, തുടങ്ങിയാൽ നേരെ വൈകുണ്ഠത്തിലേ എത്തുള്ളൂ. അങ്ങനെ ത്രൂ ടിക്കറ്റ് എല്ലാവരും നേരെ വൈകുണ്ഠത്തിലേക്കാണ് പോകുന്നത്. ഇടയ്ക്ക് സ്വർഗത്തിലോ നരകത്തിലോ എവിടെയും പോകുന്നില്ല. അത് അംബരീഷിൻ്റെ രാജ്യഭരണത്തിൻ്റെ മഹിമയാണ്. നിനക്ക് സ്വർഗവും പൂട്ടിയിട്ട് പോവാം. അപ്പോൾ ഇന്ദ്രനക്ക് ദേഷ്യം വന്നു, എൻ്റെ സ്വർഗത്തിൻ്റെ മഹിമ ഞാൻ കാണിച്ചു തരാം, അംബരീഷിൻ്റെ രാജ്യത്തിൽ നിന്നും ഒരു ജീവനെങ്കിലും ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോയി ഇന്ദ്രൻ. അവിടെ രാജ്യഭരണത്തിൽ എല്ലാവരും സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നു. ഒരാൾക്ക് പോലും സങ്കടമില്ലേ, ഒരാൾ പോലും ഇങ്ങനെ താടിയിൽ കൈവച്ചിട്ടില്ലേ, എല്ലാവരും സന്തോഷത്തിലാണ് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ വാതിൽ ഒരു ഭിക്ഷക്കാരൻ ഉണ്ടായിരുന്നു. ആ ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ നല്ല മീലിഞ്ചി ഇങ്ങനെ ഒരു കുഷ്ഠരോഗിയായിട്ട് ഇരിക്കുന്നു. ഭിക്ഷക്കാരനോട് ചോദിച്ചു, നിനക്ക് സ്വർഗത്തിലേക്ക് വരാമോ? ഭിക്ഷക്കാരൻ ചോദിച്ചു, സ്വർഗത്തിൽ എന്താ വിശേഷം? സ്വർഗത്തിൽ വന്നാൽ എന്നെ പോലെ നല്ല ശരീരം കിട്ടും, ഇടയ്ക്ക് അമൃതം കിട്ടും, ഊർവശി ഡാൻസും ഒക്കെ നോക്കാം. അപ്പോൾ ഭിക്ഷക്കാരൻ ചോദിച്ചു, എനിക്കതൊന്നും ആവശ്യമില്ലേ, അവിടെ അമ്പലം എന്തെങ്കിലും ഉണ്ടോ? ആ അമ്പലത്തിൽ ഏകാദശി ഭജനമൊക്കെ നടക്കാം, അവിടെ നാമകീർത്തനമൊക്കെ നടക്കുന്നുണ്ടോ? അവിടെ അമ്പലത്തിൽ നേദിച്ച പ്രസാദം ഭഗവാന്റെ പ്രസാദം കിട്ടുമോ? അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു അമ്പലമേ ഉള്ളൂ, അതിൽ ശാന്തിക്കാരൻ മാത്രം പോയി വരുന്നുണ്ട്, വേറെ ആളും പോകാറില്ലേ സ്വർഗത്തിൽ. പക്ഷേ അവിടെ ഒന്നും പ്രസാദമൊന്നും കിട്ടുന്നില്ലേ. അപ്പോൾ ഈ ഭിക്ഷക്കാരൻ പറഞ്ഞു, എനിക്ക് സ്വർഗമൊന്നും ആവശ്യമില്ല, എനിക്ക് ഇവിടെ അമ്പലത്തിൻ്റെ പ്രസാദം കഴിച്ച് ഇവിടെ നാമം ജപിച്ച് ജീവിച്ചാൽ മതി.
ഇപ്പം ഇന്ദ്രനക്ക് സങ്കടം, ഒരു ഭിക്ഷാകാരം പോലും വരുന്നില്ലല്ലോ സ്വർഗത്തിലേക്ക്. ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ ഒരു കുപ്പയുടെ അടുത്ത് ഒരു നായയെ കണ്ടു. ഒരു ജീവനെങ്കിലും കൊണ്ടുപോകാൻ തീരുമാനിച്ച് നായയുടെ അടുത്ത് വന്നു. നായ, നമുക്ക് സ്വർഗത്തിൽ വരാൻ പോകണം. നായ ചോദിച്ചു, സ്വർഗത്തിൽ ഭാഗവതന്മാരുണ്ടോ, ഭക്തന്മാർ? എൻ്റെ സ്വർഗത്തിൽ ഭക്തന്മാർ ഒരാളില്ലേ? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് ഇവിടെ ഭക്തന്മാരൊക്കെ നാമം ജപിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ ഉച്ഛിഷ്ടം കിട്ടും, അത് കഴിക്കാനുള്ള ഭാഗ്യം ഇവിടെ കിട്ടും. അത് കിട്ടുമോ സ്വർഗത്തിൽ? അത് ഇല്ലേ പറഞ്ഞപ്പോൾ നായവളം വേണ്ട. അത് അംബരീഷിൻ്റെ രാജൻ്റെ മഹിമ അദ്ഭുതം. സ്വർഗോ ന പ്രാർത്ഥിതോ യസ്യ. ഇവിടെ പറഞ്ഞിരിക്കുന്നു വ്യാഖ്യാനത്തിൽ, യദീയൈ മനുജൈരപി സ്വർഗോ ന പ്രാർത്ഥിത തസ്യതു കാ വാർത്ത. അങ്ങനെയാണ് ശ്രീധരസ്വാമിയുടെ വ്യാഖ്യാനം. അംബരീഷിൻ്റെ രാജഭരണത്തിൽ നിന്ന് ഒരു മനുഷ്യൻ, ഒരു നായപ്പോലും സ്വർഗം വേണ്ടാൻ പറഞ്ഞാൽ അംബരീഷൻ സ്വർഗം തിരിച്ചു നോക്കുമോ? അങ്ങനെ സ്വർഗം ഒരാളും ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്വർഗോ ന പ്രാർത്ഥിതോ യസ്യ മനുജൈഹി അമരപ്രിയ. അങ്ങനെ ഭാഗവതന്മാരുടെ ഉച്ഛിഷ്ടം കിട്ടിയാൽ എനിക്ക് ഭാഗ്യം. അതാണ് ഭക്തന്മാരുടെ ലക്ഷണം. ദക്ഷയാഗത്തിൽ പറയുന്നുണ്ട്, ദക്ഷയാഗം അവസാനിച്ച ശേഷം ദക്ഷൻ ഒരു ശാപം കൊടുത്തിരുന്നു, എല്ലാ ദേവന്മാരുടെ ഒപ്പം നിങ്ങൾക്ക് അവിർഭാഗം ഇല്ലേ ശിവനുക്ക്. അപ്പോൾ ദേവന്മാർ ഒരു മര്യാദ ചെയ്തു. എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ഈ യാഗത്തിൽ ബാക്കിയുള്ള എന്തൊക്കെ അവശിഷ്ടമായി എന്തൊക്കെ ബാക്കി ഉണ്ടാമോ അതൊക്കെ നിങ്ങൾക്ക് തരാം. ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും ദേഷ്യമില്ല, എല്ലാവരും കഴിച്ച ശേഷം അവസാനം എനിക്ക് മിച്ചം ബാക്കി എനിക്കോ? അങ്ങനെ ദേഷ്യമല്ലേ വരേണ്ടത്? പിന്നെ ഭാഗം പുരട്ടിയപ്പോൾ തന്നെ കൃത്യം ആ ഭാഗം ഇവിടെ വന്നു. ഇവിടെ പറയുന്നു, ശിവൻ ദേവാഹ പ്രകൃത സർവാംഗാഹ ഏമ ഉച്ഛേഷണം ദദുഹു. ഇതാണ്ട ശിവൻ്റെ ആ ഭാഗവതത്വം. ശിവൻ പറയുന്നു, വൈഷ്ണവാണാം യഥാസം, ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ മഹാദേവൻ പറയുന്നത് സത്യമാണ്. എന്താ പറയുന്നു? ഏമ ഉച്ഛേഷണം ദദുഹു. എനിക്ക് എല്ലാവരുടെ ബാക്കി കൊടുത്തല്ലേ, അത് ഭാഗ്യം. കാരണം ആദ്യം പോയി ഭക്ഷണത്തിന് പോയി കഴിച്ചാൽ പോയാൽ അവർക്ക് പ്രസാദം മാത്രമേ കിട്ടുള്ളൂ. വെറുതെ കഴിച്ചാൽ അത് ചോറ്. ചോറ് പറഞ്ഞാൽ ചോറ്, ഇന്ത്യയിൽ ചോറ് പറയും, കള്ളൻ പറയും. വെറുതെ കഴിച്ചാൽ അത് ചോറാണ്. പിന്നെ അത് ഭഗവാനക്ക് നേദിച്ച ശേഷം കഴിച്ചാൽ അത് പ്രസാദമാവും. അത് ഭക്തന്മാരൊക്കെ കഴിച്ച ശേഷം അവസാനം കഴിക്കുമ്പോൾ അത് മഹാപ്രസാദമാവും. അതുകൊണ്ട് മഹാപ്രസാദമായി കഴിക്കാനാണ് എല്ലാവരും തീരുമാനിക്കണം. അപ്പം മഹാപ്രസാദമായി കഴിക്കണം വിചാരിച്ചാൽ എല്ലാവരും ഇവിടെ ഇരിക്കേണ്ട, പകുതി ആൾ പ്രസാദം കഴിക്കട്ടെ, പകുതി ആൾ മഹാപ്രസാദം, അങ്ങനെ മാറി മാറി കഴിക്കാം. അങ്ങനെ അവസാനം കഴിക്കുമ്പോഴാണ് മഹാപ്രസാദം. ദേവാ പ്രകൃത സർവാംഗാഹ ഏമ ഉച്ഛേഷണം ദദുഹു. ഇത് പറയുമ്പോൾ തന്നെ ഓർമ്മ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞില്ലേ അനന്താഴ്വാൻ, അദ്ദേഹം തിരുപ്പതിയിൽ താമസിച്ചിരിക്കുന്ന സമയത്തിൽ ഒരു ഭക്തൻ, ശ്രീരംഗത്തിൽ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു പരാശരഭട്ടൻ. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു ഭക്തൻ്റെ ലക്ഷണം എങ്ങനെയാണ് വേണ്ടത്? ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അനന്താഴ്വാനോട് ചോദിച്ചോളൂ എന്ന് തിരുപ്പതിക്ക് പറഞ്ഞയച്ചു. തിരുപ്പതിയിൽ വന്നു ഈ ഭക്തൻ. തിരുപ്പതിയിൽ വന്നപ്പോൾ അദ്ദേഹം ഉച്ചയ്ക്ക് എത്തി, ഭക്ഷണ സമയത്തിലാണ് എത്തി ആ മഠത്തിൽ. അപ്പോൾ അവർ ചോദിച്ചു, നീ വേദം പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ. ഇരിക്കൂ. ആദ്യം വേദം പഠിച്ചവർക്കാണ് അന്നദാനം. വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം പന്തിയിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ശാസ്ത്രമൊക്കെ പുരാണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ. ഒന്ന് മാറി നിൽക്കൂ. രണ്ടാമത്തെ പന്തി പുരാണം പഠിച്ചവർക്കാണ്. വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ എല്ലാ ദിവസവും നാമം ജപിക്കാറുണ്ടോ? അങ്ങനെ ഒന്നും തുടങ്ങിയിട്ടില്ല. മാറി നിൽക്കുക. നാമം ജപിച്ചാൽ മൂന്നാമത്തെ. പിന്നെ അവസാനം പാത്രത്തിൽ ബാക്കി വന്നതൊക്കെ എടുത്ത് ഇയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു. പിന്നെ ഈ ഭക്തൻ അനന്താഴ്വാൻ്റെ അടുത്ത് വന്നു, ഒരു ഭക്തൻ്റെ ലക്ഷണം എന്താണ്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, കൊക്കൈപ്പോൾ ഇരിക്കണം, കോഴിയെപ്പോൾ ഇരിക്കണം, ഉപ്പൈപ്പോൾ ഇരിക്കണം, ഉമ്മയിപ്പോൾ ഇരിക്കണം. 4 വാക്കിലാണ് ഭക്തൻ്റെ ലക്ഷണം പറഞ്ഞു കൊടുത്തു. ഒരു ഭക്തൻ കൊക്ക് പോലെ ഇരിക്കണം. കൊക്ക് പോലെ ഇരിക്കണം പറഞ്ഞാൽ എന്താ അർത്ഥം? കൊക്ക് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ കൊക്ക് എന്ത് ചെയ്യുന്നു? നോക്കിക്കൊണ്ടിരിക്കും, മീൻ വരുന്നുണ്ടോന്ന്. ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഉപേക്ഷിക്കും. വലിയ മത്സ്യം വരുമ്പോൾ പെട്ടെന്ന് പിടിക്കും. അതുപോലെ വേണം ഒരു ഭക്തൻ. ഈ ചെറിയ ചെറിയ മത്സ്യം പോലെ ഈ കുട്ടിച്ചാത്തൻ അതൊക്കെ പിടിക്കാൻ പാടില്ലേ. വലിയ മത്സ്യമാണ് ഭഗവാൻ. മത്സ്യാവതാരം കേട്ടല്ലേ? ആ വലിയ മത്സ്യമാണ് ഭഗവാനെ പിടിക്കണം. കൊക്കൈ പോലെ ഇരിക്കണം ഒരു ഭക്തൻ. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കാല് പിടിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ ഉപദേശമാണ് കോഴിയെപ്പോലെ ഇരിക്കണം. ഒരു കോഴി പോലെ ഇരിക്കണം ഒരു ഭക്തൻ. കോഴി എന്ത് ചെയ്യുന്നു? കുപ്പയിൽ പോയി അതൊക്കെ മാറ്റി കളഞ്ഞ് അതിലുള്ള ധാന്യം മാത്രം, നല്ലത് മാത്രം എടുത്ത് കഴിക്കുന്നു.
അതേപോലെ നമ്മുടെ ഹിന്ദുമതത്തിൽ ശാസ്ത്രങ്ങൾ അനവധിയാണ്. കുപ്പ പോലെ ശാസ്ത്രങ്ങൾ കിടക്കുന്നു. ന്യായശാസ്ത്രം, വ്യാകരണശാസ്ത്രം, ഇങ്ങനെ ശാസ്ത്ര പുസ്തകങ്ങൾ നോക്കിയാൽ ഈ പുസ്തകം ഇവിടെ തുടങ്ങിയാൽ ആകാശം വരെ ഇങ്ങനെ നിർത്തി വയ്ക്കാം. അത്രയും പുസ്തകങ്ങളാണ്. പക്ഷേ എല്ലാ പുസ്തകവും വായിക്കേണ്ട ആവശ്യമില്ലേ, ഒന്നും മതി, ഭാഗവതം മതി. കോഴി എങ്ങനെ സാരത്തെ എടുക്കുവോ അതേപോലെ സാരമായ ഭാഗവതം പഠിച്ചാൽ മതി. അതാണ് കോഴിയെപ്പോലെ ഇരിക്കണം. പിന്നെ ഉപ്പை പോലെ ഇരിക്കണം, ഉപ്പ് പോലെ ഇരിക്കണം. ഉപ്പ് ഇട്ടാലേ ഭക്ഷണ പദാർത്ഥത്തിൽ ടേസ്റ്റ് വരുള്ളൂ. ഒരു സാമ്പാറായാലും രസമായാലും ഏത് ഭക്ഷണം പദാർത്ഥം ഉണ്ടാക്കുന്ന സമയത്തിൽ അതിൽ ഉപ്പ് ചേർക്കണം. ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പില്ല പണ്ടം കുപ്പയിലേ, ഇങ്ങനെ തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഉപ്പില്ലാതെ പണ്ടം കുപ്പയിലെ തന്നെ ഇടണം. ഇത് പറഞ്ഞപ്പോൾ ഒരു BP കാർ പറഞ്ഞു, അങ്ങനെ പറയുന്നത് മാറ്റി പറയണം, ഉപ്പില്ല പണ്ടം തൊപ്പയിലേന്ന്, അകത്തിളക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞു. എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ ഉപ്പ് ചേർത്താൽ മാത്രമേ ഭക്ഷണ പദാർത്ഥത്തിന് സ്വാദ് വരുള്ളൂ. അപ്പോൾ ഉപ്പ് പോലെ ഒരു ഭക്തൻ വന്നാലേ ഏത് കർമ്മവും സഫലമാവും. അപ്പോൾ ഒരു ഉപ്പ് പോലെ ഒരു ഭക്തൻ എടുക്കണം. ഉപ്പ് എങ്ങനെ വെള്ളത്തിലിട്ടാൽ അളിഞ്ഞു പോകുമോ അതേപോലെ ഭക്തൻ ഭഗവാന്റെ ഭക്തിയിൽ അളിഞ്ഞി പോകണം. അതാണ് ഉപ്പ് പോലെ ഇരിക്കണം. പിന്നെ 4ാമത്തെ ഉപദേശമാണ് ഉമ്മയെപ്പോലെ പോലെ, നിങ്ങളെപ്പോലെ ഇരിക്കണം ഒരു ഭക്തൻ. അപ്പോൾ ഈ ഭക്തൻ ചോദിച്ചു, എന്നെപ്പോലെ ഇരിക്കണം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ആദ്യത്തെ ഭക്ഷണത്തിൽ വന്നു, ആദ്യത്തെ പന്തിയിൽ ഇരുന്നു, അപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ മാറി നിന്നു. പിന്നെ 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വീണ്ടും മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം വേണ്ട, പ്രസാദം വേണ്ട പറഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് പോകും. അവിടെയാണ് ഈ ഭക്തൻ്റെ മഹിമ. എനിക്ക് അവസാനം കിട്ടിയപ്പോൾ ഈ ഭക്തൻ സന്തോഷിച്ചു. എല്ലാവരുടെ പ്രസാദം, കാരണം ആദ്യം ഭക്ഷണം കഴിച്ചാൽ ഭഗവാന്റെ പ്രസാദം മാത്രം കിട്ടുള്ളൂ. ഇപ്പോൾ എന്തായി, 2ാമത്തെ പ്രാവശ്യം കഴിക്കുമ്പോൾ എന്താവും, ഭഗവാന്റെയും വേദം പഠിച്ചവരുടെ പ്രസാദം മാത്രം കിട്ടും. 3ാമത്തെ പ്രാവശ്യം കഴിക്കാൻ പോയാൽ വേദവും പുരാണവും പഠിച്ചവരുടെ പ്രസാദം മാത്രം കിട്ടുള്ളൂ. 4ാമത്തെ പ്രാവശ്യം പോയാൽ ഇപ്പോൾ എന്തായി, വേദം പുരാണം നാമം ജപിക്കുന്നവർ എല്ലാവരും കഴിച്ച ശേഷം അവസാനം കിട്ടിയപ്പോൾ എല്ലാവരുടെ പ്രസാദം കിട്ടിയില്ലേന്ന് സന്തോഷിച്ചില്ലേ. നിന്നെ പോലെ ആവണം ഓരോ ഭക്തനും, മഹാപ്രസാദമായിട്ട് കഴിക്കണം. അങ്ങനെയാണ് ഉപദേശം കൊടുത്തു. അങ്ങനെ ഈ അംബരീഷൻ്റെ രാജ്യത്തിലിരിക്കുന്ന നായ ചോദിച്ചു, മഹാപ്രസാദം കിട്ടുമോ എന്ന്. അത് ഇല്ല പറഞ്ഞപ്പോൾ നായ പോലും വേണ്ടാൻ പറഞ്ഞു. സ്വർഗോ അംബരീഷൻ്റെ ചരിത്രമൊക്കെ ഇങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ പറയുന്ന ചരിത്രമല്ലേ, ഒരു ദിവസം മുഴുവൻ പറയേണ്ട ചരിത്രമാണ്. ഓരോരോ ശ്ലോകവും വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇന്ന് അവസാനിക്കുന്നില്ലേ. സ്വർഗോ ന പ്രാർത്ഥിതോ യസ്യേ. അങ്ങനെ അംബരീഷൻ്റെ ഈ രാജ്യഭരണം ബൃന്ദാവന ദ്വാദശി, വൃശ്ചിക മാസ 12 ദിവസം ബൃന്ദാവനത്തിൽ തന്നെ എത്തിച്ചേർന്നു. അവിടെ ദശമി ദിവസം നാമം ജപിച്ചു. അതേപോലെ ഏകാദശി അഭിഷേകം, സുദർശന ഭഗവാനുക്ക് അഭിഷേകമൊക്കെ നടത്തി. വൈകുന്നേരം പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഭഗവൻ നാമ സങ്കീർത്തനം. അതേപോലെ 12 ദിവസം 12 വലിയ ബ്രാഹ്മണന്മാരെ വിളിച്ച് അവർക്ക് ഭക്ഷണം സുവർണപാത്രത്തിൽ പായസദാനമൊക്കെ കൊടുത്തു. ഏകാദശി പറഞ്ഞാൽ എന്താ അർത്ഥം, ഏകാദശ ഇന്ദ്രിയങ്ങളെയും ഭഗവാനിടത്തിൽ സമർപ്പിക്കണം. അതാണ് ഏകാദശി. ഇല്ലെങ്കിൽ ഉപവാസം എന്ന് പറയാറുണ്ട്. ഉപവാസം പറഞ്ഞാൽ പറഞ്ഞാൽ അടുത്തിനർത്ഥം. സമീപേ വാസ, ഭഗവാന്റെ അടുത്ത് വസിക്കണം. ഉപവാസത്തിൻ്റെ നിർവചനം എന്താണ്, ഉപാവൃത്തസ്യ പാപേഭ്യഃ യസ്തു വാസോ ഗുണൈഃ സഹ ഉപവാസസ്സ വിജ്ഞേയഃ സർവഭോഗ വിവർജിതഃ. ഉപവാസം പറഞ്ഞാൽ ഉപാവൃത്തസ്യ പാപേഭ്യഃ, അന്ന് പാപകർമ്മങ്ങൾ ചെയ്യാതെ, യസ്തു വാസോ ഗുണൈഃ സഹ, ഭഗവാന്റെ ഗുണങ്ങൾ കേട്ടിരിക്കണം. അങ്ങനെ ഭഗവാന്റെ കഥ കേട്ടിരുന്നാൽ അതാണ് ഉപവാസം. ഉപവാസസ്സ വിജ്ഞേയ സർവഭോഗ വിവർജിതഃ. പിന്നെ വ്രതം പറഞ്ഞാൽ വ്രതത്തിൽ ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഏകാദശി വ്രതം പറഞ്ഞാൽ അതിൽ ചില വിഷയങ്ങളൊക്കെ വർജിക്കണം. ബ്രഹ്മചര്യം വേണം, അഹിംസ വേണം, സത്യം പറയണം. വ്രത ദിവസങ്ങളിൽ നുണ പറയാൻ പാടില്ല. ഇനി ഏകാദശി പറഞ്ഞിട്ട് നുണ പറയാൻ പാടില്ല. ആമിഷവർജനം, മാംസം കഴിക്കരുത്. വ്രതേഷ്വേതാനി ചത്വാരി ചരിതവ്യാനി നിത്യസഹ. പിന്നെ എന്തൊക്കെ ചെയ്താൽ വ്രതഭംഗം ഉണ്ടാവും പറഞ്ഞു കൊടുക്കുന്നു. അസകൃത് ജലപാനാച്ച്, വ്രത ദിവസങ്ങളിൽ പട്ടിണി കിടക്കുമ്പോൾ അതിനു വേണ്ടി പട്ടിണി കിടക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നു വിചാരിച്ചിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല. കൂടുതൽ വെള്ളം കുടിച്ചാൽ എന്താവും, പിന്നെ ബാത്റൂമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അസകൃത് ജലപാനാച്ച്, കൂടുതൽ വെള്ളം കുടിക്കാൻ പാടില്ല. പിന്നെ താമ്പൂളം, വെറ്റിലപാക്ക് മുറുക്കരുത്. കാരണം ഏകാദശി ദിവസത്തിൽ അന്നം കഴിച്ചാൽ ഗോമാംസത്തിന് സമാനം, വെറ്റിലപാക്ക് ഇട്ടാൽ രക്തപാനത്തിന് സമാനം, സ്ത്രീ സംഘം ചെയ്താൽ മാതൃസംഘത്തിൻ്റെ ദോഷം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ. താമ്പൂല ചർവണാത്ത്, താമ്പൂളം കഴിക്കാൻ പാടില്ലേ.
പിന്നെ ഏകാദശി രാത്രി കണ്ണ് മിഴിച്ചിരിക്കണം, അതിനുവേണ്ടി ഉച്ചയ്ക്കൊക്കെ ഉറങ്ങിക്കോളാം, അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല. ദിവാസ്വാപാച്ച മൈഥുനാത്ത് ഉപവാസ പ്രണശ്യേത്. ഉപവാസം നഷ്ടമാവാതിരിക്കണമെങ്കിൽ അസകൃത് ജലപാനാച്ച സകൃത് താമ്പൂല ചർവണാത്ത് ഉപവാസ പ്രണശ്യേത് ദിവാസ്വാപാച്ച മൈഥുനാത്ത് എന്നൊക്കെ ഉപവാസത്തിൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നും കഴിക്കാതിരിക്കണം, പറ്റില്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാൻ, അത് മധ്യമം. വെള്ളം കുടിക്കാൻ പറ്റില്ല പറയുമ്പോൾ പഴം കഴിച്ചാൽ അത് ഫലാഹാരം അധമം. ഇപ്പം ഫലാഹാരം എന്തായി? ഫല ആഹാരമായി. ഏകാദശി ദിവസം രാവിലെ ഇഡ്ഡലി, ഉച്ചയ്ക്ക് ദോശ, രാത്രി ചപ്പാത്തി, കിടക്കേണ്ട സമയത്തിൽ ഒരു സീപ്പ് നേന്ത്രപ്പഴം, ഒരു മന്ത പാല്, പിന്നെ മതി. അടുത്ത ഏകാദശിക്കും പശി വരുന്നില്ലേ? അങ്ങനെയൊക്കെ ഏകാദശി വ്രതം നോക്കാൻ പാടില്ല. ഇപ്പോൾ ഏകാദശി വ്രതത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യം മുഖ്യമില്ല, ഭഗവാന്റെ സ്മരണയാണ് മുഖ്യം. അങ്ങനെ അംബരീഷൻ്റെ വ്രതം അവസാനിച്ച ശേഷം ഒരു നല്ല കാര്യം അവസാനിക്കുമ്പോൾ ആരെങ്കിലും മഹാത്മാക്കൾ വന്നാൽ ആ കാര്യം ഭഗവാൻ സ്വീകരിച്ചു നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് അംബരീഷൻ ആ വ്രതം അവസാനിച്ച് പിന്നെ ബ്രാഹ്മണന്മാരുടെ ആശീർവാദം സ്വീകരിച്ച് ഇങ്ങനെ പാരണ വീടാൻ വേണ്ടി പുറപ്പെട്ട സമയത്തിലാണ് തസ്യ തർഹ്യതിഥി സാക്ഷാത് ദുർവാസ ഭഗവാനഭൂത്. ഒരു നല്ല കാര്യം സമാപിക്കുന്ന സമയത്തിൽ ഒരു പശു വന്നാലോ ഒരു ഗരുഡപക്ഷി പറന്നാലോ എതിർച്ചയായിട്ട് ആരെങ്കിലും മഹാത്മാക്കൾ വന്നു കഴിഞ്ഞാൽ അത് ഭഗവാൻ സ്വീകരിച്ചു, അത് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ നിമിത്തങ്ങളാണ്. അങ്ങനെ അംബരീഷൻ്റെ ഈ ഒരു കൊല്ലം മുടങ്ങാത്ത ചെയ്ത ഈ വ്രതം അവസാനിച്ചപ്പോൾ പെട്ടെന്ന് ദുർവാസ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്ന് മാധ്യാനിക സ്നാനം ചെയ്തിട്ട് വരാം. അങ്ങനെ മാധ്യാനിക സ്നാനം ചെയ്യാൻ വേണ്ടി പോയി അദ്ദേഹം എന്ത് ചെയ്തു? ആ വെള്ളത്തിൻ്റെ ഉള്ളിലിരുന്ന് നിമമജ്ജ ബൃഹദ്ധ്യായന് ബൃഹദ്ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ ബൃഹദ്ധ്യാനം പറഞ്ഞാൽ? എന്താ ബൃഹദ്ധ്യാനം? ഇപ്പം ബൃഹത് പറഞ്ഞാൽ വലിയ ധ്യാനം, ചെറിയ ധ്യാനം, വലിയ ധ്യാനം. എന്താണ് ചെറിയ ധ്യാനം? ഭഗവാനെ ഓർത്താൽ അത് ചെറിയ ധ്യാനം, ഭാഗവതന്മാരെ സ്മരിച്ചാൽ അതാണ് വലിയ ധ്യാനം. പ്രഹ്ലാദ, നാരദ, പരാശര ഇങ്ങനെ നല്ല ഭക്തന്മാരെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ സ്മരിക്കുമ്പോൾ അത് വലിയ ധ്യാനമാണ്. ഇവിടെ നിമമജ്ജ ബൃഹദ്ധ്യായന്, ബൃഹത്ത് പറഞ്ഞാൽ ഈ ദുർവാസാവ് ഭഗവാനെ സ്മരിച്ചിട്ടില്ലേ, അംബരീഷനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അംബരീഷൻ എന്താണ് ചെയ്യുന്നു? അംബരീഷനെ ഇവിടെ ഭഗവാൻ പറഞ്ഞു ദുർവാസാവിന്. ഭഗവാൻ പറഞ്ഞാൽ ഭഗവാന്റെ സ്വഭാവം എന്താണ്? തൻ്റെ മഹിമ കുറച്ച് ഭക്തൻ്റെ മഹിമ പുറത്ത് കാണിക്കുന്ന ആളാണ് ഭഗവാൻ. ഭക്തൻ്റെ മഹിമ കാണിക്കുന്ന ആളാണ് ഭഗവാൻ. ഇപ്പോൾ ആ ദുർവാസാവ് തൻ്റെ മഹിമ കുറച്ച് അംബരീഷൻ്റെ മഹിമ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുർവാസ ഭഗവാനഭൂത്. അവിടെ കണ്ണടച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു അംബരീഷൻ എന്ത് ചെയ്യുന്നു? അംബരീഷനക്ക് സമയമായി. ഈ ഒരു കൊല്ലം മുടങ്ങാതെ ചെയ്ത വ്രതം അവസാനിക്കണമെങ്കിൽ പാരണ വീടണം. പക്ഷേ ഒരു മഹാത്മാക്ക് ഭക്ഷണം കൊടുക്കാതെ കഴിച്ചാൽ അത് അപരാധമാവും, ധർമ്മസങ്കടമായി. ഇതൊക്കെയാണ് ധർമ്മസങ്കടം. നാം എല്ലാവരും പറയും ബസ്സിനെ കാത്തിരിക്കുമ്പോൾ ബസ് വന്നെങ്കിൽ ധർമ്മസങ്കടം പറയും. നമ്മളെ പോലെ സാധാരണക്കാരന്മാർക്ക് സാപ്പാട്ട് രാമന്മാർക്ക് സാപ്പാട്ടിൽ ചിലപ്പോൾ ധർമ്മസങ്കടം വരാറുണ്ട്. ഒരേ സമയത്തിൽ പാൽപ്പായസനും അടപ്രഥമൻ അതേപോലെ ചക്കപ്രഥമൊക്കെ വന്നാൽ ഏതാണ് ആദ്യം കഴിക്കേണ്ടതെങ്കിലും ധർമ്മസങ്കടമൊക്കെ വരാറുണ്ട്. അതൊക്കെ അതുള്ള ധർമ്മം തന്നെ ഇല്ലേ, പിന്നെ എന്താ സങ്കടം? ധർമ്മസങ്കടം പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് ധർമ്മം കൂട്ടിമുട്ടുമ്പോൾ ഏതാണ് ചെയ്യണം ഏതാണ് വിടണം, ഇതാണ് ധർമ്മസങ്കടം. അപ്പോൾ അംബരീഷൻ അടുത്തുള്ള മഹാത്മാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, അപ്പോ ഓസ്നാതി തന്നേവാസിതം നേവാനസിതം. വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഓസ്നാതി, വെള്ളം കുടിച്ചാൽ ഭക്ഷണം കഴിച്ചതുപോലാവും, ഭക്ഷണം കഴിക്കാതെ പോലാവും, രണ്ടും ആവും. ഇത് പറഞ്ഞപ്പോൾ അംബരീഷൻ കുറച്ച് തീർത്ഥം മാത്രം സേവിച്ചു. ഇത് ദുർവാസാവ് മനസ്സിലാക്കി ഉടനെ പുറപ്പെട്ടു. ദുർവാസാവ് ശിവൻ്റെ അവതാരമല്ലേ, അങ്ങനെ ദേഷ്യത്തോടെ പുറപ്പെട്ടു. ദുർവാസൻ്റെ ഈ വരവ് കണ്ടപ്പോൾ ബാക്കി അടുത്തിരുന്ന മഹർഷിമാർക്ക് ഓടിച്ചാടി രക്ഷപ്പെട്ടു. കാരണം ദുർവാസൻ എന്നാൽ ഉടനെ ശാപം. ബാക്കി മഹർഷിമാർക്ക് ശാപം കൊടുത്താൽ തപസ് നഷ്ടപ്പെടും, ദുർവാസാവിനോ ശാപം കൊടുക്കുമ്പോൾ തപസ് കൂടുതലാവും. അങ്ങനെ വെറുതെ ശാപം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ദുർവാസാവ് വരവ് കണ്ടപ്പോൾ എല്ലാവരും പേടിച്ച് ഓടി. ഇവിടെയാണ് അംബരീഷൻ ദുർവാസൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. ദുർവാസാവ് പറയുന്നു, അഹോ അസ്യ നൃശംസസ്യേ. അംബരീഷ, നിനക്ക് വിഷ്ണു ഭക്തൻ ഓർമ്മയില്ലേ? നീ തന്നെ വിഷ്ണു വിചാരിച്ചിരിക്കുന്നു. നീ കഴിച്ച ഉച്ഛിഷ്ടമാണ് ഞാൻ കഴിക്കാൻ പറ്റും, അത് എനിക്ക് പറ്റുന്നില്ലേ? നിൻ്റെ ഈ അഹങ്കാരം ഞാൻ നശിപ്പിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ തലയിൽ നിന്ന് ഒരു ജട പിച്ചെടുത്തു. അതിൽ നിന്നൊരു പേയ് പുറപ്പെട്ടു. സാധാരണ എല്ലാവരുടെ തലയും പേനും ഉണ്ടാവാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തലയിൽ പേയ്, ദുർവാസൻ്റെ ശിരസ് മുഴുവൻ പേയായിട്ട് ഒരു ജട എടുത്ത് അടിച്ചപ്പോൾ അതിൽ ഒരു പേയ് പുറപ്പെട്ടു അംബരീഷനെ അടിക്കാൻ വേണ്ടി. ഇവിടെയാണ് ഭക്തിയുടെ മാഹാത്മ്യം കാണിച്ചു കൊടുക്കുന്നു.
ഹരിഭക്തിം വിനാനൂണം. ഗുരുനാഥൻ ബൃന്ദാവന മാഹാത്മ്യം എന്ന ഒരു ഗ്രന്ഥത്തിൽ പറയുന്നു, ഹരിഭക്തിയുടെ മഹിമ ഇവിടെയാണ് ഭാഗവത്തിൽ കാണിച്ചു കൊടുക്കുന്നു. മാഹാത്മ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുർവാസ ദുഃഖമാപന്ന പുരാ ഭക്തവിനിന്ദക. അതേയാണ് ഇവിടെ വർണ്ണിക്കുന്നു. ഹരിഭക്തിം വിനാനൂണം മുനീനാം യോഗിനാമപി ദേഹാത്മബുദ്ധിരജ്ഞാന സംഭവാൻ അവിനശ്യതി. ദുർവാസാവ് ജ്ഞാനം അഭ്യസിച്ച ആളാണ്. ശരീരം വേറെ ആത്മാ വേറെ. ഈ ദുഃഖങ്ങളൊക്കെ ശരീരത്തിനെയാണ്, ആത്മാവിന് ഒരു ബാധയില്ലേ. അതിനുവേണ്ടി പട്ടുവസ്ത്രം പോലും ധരിക്കാതെ മറവുറി ധരിച്ച് ജടാമകുടം ധരിച്ച് ഇങ്ങനെയൊക്കെ സോഹം സോഹം പറഞ്ഞ ആളാണ്. പക്ഷേ അംബരീഷൻ സോഹം സോഹം പറഞ്ഞിട്ടില്ല, ദാസോഹം ദാസോഹം ഭക്തി ചെയ്തിരുന്നു. അതുകൊണ്ട് എന്തായി, അംബരീഷനുക്ക് കൃത്യസമയത്തിന് ജ്ഞാനം ഉണ്ടായി. ദദാമി ബുദ്ധിയോഗം തം ഭഗവാൻ പറയുന്നു. അംബരീഷനുക്ക് ജ്ഞാനം ഉണ്ടായി. അംബരീഷൻ അവിടെ നിന്നു. ആ സമയത്ത് സുദർശന ചക്രം പുറപ്പെട്ടു. സുദർശന ചക്രം പുറപ്പെട്ടപ്പോൾ ദുർവാസാവന ജ്ഞാനം പോയി. ഓടി കുടുകുടുകുടു ഓടി രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം നിൽക്കേണ്ടേ. ഈ സുദർശന ചക്രം ശരീരത്തെ മാത്രമേ അടിക്കുള്ളൂ, ആത്മാവിനെ ഒരു അച്ഛേദ്യം അതാക്കി നിൽക്കേണ്ടേ. അവിടെയാണ് ദുർവാസാവന ജ്ഞാനം നഷ്ടപ്പെട്ടു ഓടി ശരീരത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ആദ്യം ബ്രഹ്മലോകത്തിൽ പോയി, പിന്നെ ബ്രഹ്മ പറഞ്ഞ് എന്നെ കൊണ്ട് ആവണില്ലേ. പിന്നെ കൈലാസത്തിലേക്ക് പോയി, ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. മഹാദേവനെ വിളിച്ചു, മഹാദേവ ഒന്ന് ശൂലം എടുക്കൂ. എന്തിനാണ്? ഈ ശൂലം ഈ ചക്രത്തെ ഒന്ന് പിടിച്ചോളൂ. ശിവനും പറഞ്ഞു, ഇത് ശൂലത്തിൽ പിടിച്ച് ചുറ്റുന്ന ദീപാവലി ചക്രം പോലെ ഇല്ലേ, ഇത് സുദർശന ചക്രമാണ്. തസ്യ വിശ്വേശ്വരസ്യേതം ശസ്ത്രം, ഭഗവാന്റെ ചക്രമാണ്, ഭഗവാന്റെ കാക്കലിൽ പോയിക്കോളൂ. ദുർവാസാവൻ നേരിട്ട് വൈകുണ്ഠം പോയിട്ടില്ലേ. എന്താ കാരണം? ദുർവാസൻ മിടുക്കനാണ്. നേരെ വൈകുണ്ഠത്തിൽ പോയാൽ ഭഗവാൻ കാള് കുത്താൻ സമ്മതിക്കുന്നില്ലേ. എന്താ കാരണം? ഭാഗവതാപരാധം ചെയ്തതുകൊണ്ടാണ് 3 ജന്മം പറയാൻ ജയിച്ചിരിക്കുന്നു. ഭാഗവതാപചാരം ചെയ്തവർക്ക് വൈകുണ്ഠത്തിൽ സ്ഥാനമില്ലേ. അതുകൊണ്ടാണ് ഒരു ഭാഗവതൻ്റെ റെക്കമെൻഡേഷൻ വേണ്ടേ. അതിനുവേണ്ടി ശിവൻ്റെ റെക്കമെൻഡേഷൻ വാങ്ങിക്കൊണ്ടാണ് അവിടെ ദുർവാസാവ് വൈകുണ്ഠത്തിലെത്തി. അച്യുത അനന്ത സതീപ്സിതാണ് ഭഗവാന്റെ നാമം വിളിച്ചപ്പോൾ ഭഗവാൻ വിളിച്ചു, ദുർവാസാവേ എന്ത് വേണം, ഈ ചക്രത്തിൽ നിന്നും രക്ഷിക്കണേ. ഇത് ഭഗവാൻ പറഞ്ഞു, അഹം ഭക്തപരാധീന. ഈ ഒരു വാക്കിന് ഗുരുനാഥൻ 1 മണിക്കൂർ വിസ്തരിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് സമയം ആയി കഴിഞ്ഞിരിക്കണം. ഭഗവാൻ പറഞ്ഞു, ദുർവാസാവേ ഞാൻ ഭഗവാൻ, അംബരീഷൻ ഭക്തൻ എന്നാണ് ഈ വിചാരിച്ചിരിക്കുന്നു. ശരിക്കും അങ്ങനെയില്ല, ഞാനാണ് ഭക്തൻ, എനിക്ക് ഭക്തന്മാരാണ് ദേവൻ. ഭഗവാന് ഭക്തഭക്തിമാൻ എന്ന് ദശമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അഹം ഭക്തപരാധീന, ഞാൻ സ്വതന്ത്രൻ ഇല്ലേ, അസ്വതന്ത്ര ഇവ. അസ്വതന്ത്രൻ ശരിക്കും പറഞ്ഞിട്ടില്ലേ, അസ്വതന്ത്ര ഇവ. അതാണ് സ്വയം ഞാൻ ഭക്തന്മാർക്ക് ബദ്ധനായി കിടക്കുന്നു. അസ്വതന്ത്ര ഇവ ദ്വിജ. എങ്ങനെ ഒരു പതിവ്രതാ സ്ത്രീ തൻ്റെ ഭർത്താവ് വശം ചെയ്യുമോ, സത് സ്ത്രീയ സത്പതിം യഥ, അതേപോലെ എൻ്റെ ഭക്തന്മാർ എന്നെ വശം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മഹാത്മാവേ, എന്നെക്കൊണ്ട് നിന്നെ രക്ഷിക്കാനാവണില്ലേ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം പറയട്ടെ, വിവരമുള്ള ആളല്ലേ നിങ്ങൾ. അപരാധം ചെയ്തത് അംബരീഷൻ്റെ അടുത്ത് മാപ്പ് എന്നോട് ചോദിക്കാമോ? ആരുടെ തെറ്റ് ചെയ്തോ അവരുടെ അടുത്തല്ലേ മാപ്പ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് യാഹി അംബരീഷ പദമേവ, അംബരീഷൻ്റെ അടുത്ത് തന്നെ പോയിക്കോളൂ. ദുർവാസാവ് ചോദിച്ചു, ഞാൻ ഇത്ര തപസ് ചെയ്തില്ലേ, ഞാൻ പഠിച്ചില്ലേ, എന്ത് പഠിച്ചിട്ട് എന്ത് തപസ്സിട്ട് എന്താ കാര്യം? ജ്ഞാനം തപശ്ച വിനയാൻവിതമേവ മാന്യം. ഭട്ടതിരി പറയുന്നു, ജ്ഞാനം തപസ് എല്ലാം വിനയത്തോടു കൂടി വേണം, പോയിക്കോളൂ. ഇത് പറഞ്ഞപ്പോൾ ദുർവാസാവ് വളരെ സന്തോഷത്തോടാണ് ഇവിടെ ഓടി വരുന്നു. അംബരീഷൻ്റെ കാക്കൽ വീഴുന്ന സമയത്തിൽ അടുത്ത വൃന്ദാവനദ്വാസി വന്നു കഴിഞ്ഞിരിക്കുന്നു. അംബരീഷൻ്റെ കാൽക്കളിൽ വീണപ്പോൾ അംബരീഷൻ അങ്ങോട്ട് നമസ്കരിച്ചു. പിന്നെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേന്ന് പറഞ്ഞപ്പോഴാണ് ദുർവാസാവ് അത്ഭുതപ്പെട്ടു. അഹോ അനന്തദാസാണാം, രാജാവേ തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു, മാപ്പ് നീ ചോദിക്കുന്നു. ഇതന്നെ ഭക്തൻ്റെ മഹാത്മ്യം. തെറ്റ് ചെയ്തവർക്കും തന്നെ ദ്രോഹിച്ചവർക്കും നന്മ പ്രാർത്ഥിക്കുന്നവരാണ് മഹാത്മാ. കൃതാഗസോപി യദ്രാജൻ മംഗളാണി സമീഹസേ. ഇപ്പോൾ ഞാൻ ഭക്തൻ്റെ മഹാത്മ്യം കണ്ടു. എന്ത് കണ്ടു? അന്ന് കഴിഞ്ഞ വൃന്ദാവനദ്വാസി നിന്നെ കണ്ടല്ലേ, പിന്നെ ഓടാൻ തുടങ്ങി. ഈ ഭൂലോകം മുഴുവനും ചുറ്റി. പിന്നെ ഇന്ദ്രൻ, ബ്രഹ്മ, വിഷ്ണു, ശിവൻ, ഒരു ദേവനെ കാണാൻ എത്ര ബുദ്ധിമുട്ടി. രാവണൻ 10 തല അറുത്ത് ഹോമിച്ചു. ഹിരണ്യകശിപു ഭയങ്കര തപസ് ചെയ്തു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓടുന്ന ഓട്ടത്തിൽ ഇടയ്ക്ക് കയറി നോക്കി. അതാ മഹാത്മാക്കളെ കണ്ടാൽ എല്ലാവരുടെയും കണ്ട പുണ്യം കിട്ടും. പിന്നെ ഭാഗവത അപരാധം ചെയ്തവരെ ഓരോ ആളും രക്ഷിക്കുന്നില്ലേ, പക്ഷേ ഭാഗവതന്മാർ രക്ഷിക്കും. അതും ഞാൻ കണ്ടു. അതാണ് അംബരീഷ ചരിത്രത്തിൻ്റെ സ്വാരം. എന്താ? ഭാഗവത അപരാധം ചെയ്യാൻ പാടില്ലേ.
ഭാഗവത അപരാധം ചെയ്ത് ദുർവാസാവ് പോലും സങ്കടപ്പെട്ടു. അതുകൊണ്ട് ഭാഗവതന്മാർക്ക് അപരാധം ചെയ്യാൻ പാടില്ലേ. പിന്നെ ഭാഗവതന്മാർ എങ്ങനെ ഇരിക്കും? അപരാധം ചെയ്തവർക്കും നന്മ പ്രാർത്ഥിക്കുന്നവരാണ് ഭാഗവതന്മാർ. ഭാഗവതന്മാരുടെ ലക്ഷണം ഇവിടെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഈ അംബരീഷത്തിൻ്റെ സാരം ഒറ്റ വാക്കിൽ പറയാം. അംബരീഷൻ പറഞ്ഞാൽ ഭക്തി. ഈ ഭക്തിക്ക് തടസ്സം ഉണ്ടാക്കുന്നത് എന്താ? ദുർവാസനകൾ. നമ്മുടെ വാസന ഉണ്ടല്ലോ, അതാണ് ദുർവാസ. പഴയ ദുർവാസനകൾ ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? ഈ ദുർവാസനകളെ മാറ്റാൻ വേണ്ടി ചക്രം പറഞ്ഞയക്കും. ചക്രമാണ് ജ്ഞാനം. സുദർശനമാകുന്ന ജ്ഞാനം കൊണ്ട് ഈ ദുർവാസനകൾ മാറ്റി അംബരീഷനാകുന്ന ഭക്തി രക്ഷപ്പെടുന്നു. അതാണ് അംബരീഷ ചരിത്രത്തിൻ്റെ സാരം. എന്തായാലും ഇക്കൊല്ലവും എനിക്ക് കൂടുതൽ പറയാൻ ഭക്തിയാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് പറ്റിയ ചരിത്രം തന്നെ ഭൂമാനന്ദ സ്വാമി തിരഞ്ഞെടുത്ത് തന്നു. കാരണം ഇത്ര കൊല്ലവും കേട്ടിട്ടുണ്ടാവും എൻ്റെ പ്രഭാഷണം, അപ്പോൾ CD-യിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഭക്തൻ്റെ കഥ പറയാണ് കൂടുതൽ താത്പര്യം. യത് ഭാഗവത മാഹാത്മ്യം ഭഗവത് ഭക്തി. ഭഗവാന്റെ കഥ പറയുന്നതേക്കാൾ ഭക്തന്മാരുടെ കഥ പറയുമ്പോഴാണ് കൂടുതൽ ഭക്തി വർദ്ധിക്കുള്ളൂ. അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്ത് ഭൂമാനന്ദ സ്വാമി അദ്ദേഹത്തിനും ഇവിടെ സത്രസംഘാടകർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം. ഗുരുപവന പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ശംഭോ ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്രാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. ശബരിഗിരീശാ കാനനവാസാ ശരണം മേ തവ ചരണയുഗം. സ്വാമി ശരണം മേ തവ ചരണയുഗം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. जय बोलो भागवत भगवान की जय. जय बोल सद्गुरुनाथ महाराज की जय. स्वस्ति प्रजाभ्यः परिपालयन्तां न्यायेन मार्गेण महीमहीषाः. गोब्राह्मणेभ्यः शुभमस्तु नित्यं. लोकाः समस्ताः सुखिनो भवन्तु. कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि. सर्वत्र गोविन्दनाम संकीर्तनं. गोविन्द. जय बोल सद्गुरु महाराज की जय. എന്നെക്കാൾ കൂടുതൽ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ എല്ലാവരും. എന്നെക്കാൾ മുതിർന്നവരാണ്. അപ്പോൾ എല്ലാവരും എന്നെയും ഇപ്പോൾ കുട്ടിയെ നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടിയെ ആശീർവദിക്കുന്നു.